എൻ്റെ പേര് രേഖാ ദേവദത്തൻ. ആലപ്പുഴയാണ് സ്വദേശം. ഒരു 3.5 വർഷക്കാലമായി RCM എന്ന കൽപ്പവൃക്ഷത്തിൽ ജീവിക്കുന്നു. വലപ്പാടിൻ്റെ ഗ്രേറ്റ് ലീഡർ സ്റ്റാർ പേൾ അച്ചീവർ സനൽ സാറാണ് RCM എന്ന കൽപ്പവൃക്ഷം ഞങ്ങൾക്ക് സമ്മാനിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ ഓരോ ദിവസവും RCMനെ കുറിച്ച് പഠിക്കാനും അറിയാനും ശ്രമിക്കുന്നു. അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നു. ഇന്ന് സ്റ്റാർ പ്ലാറ്റിനം എന്ന ലെവലിൽ വളരെ സന്തോഷത്തോടെ അതിലേറെ അഭിമാനത്തോടെ നിൽക്കുന്നു. എൻ്റെ എല്ലാ ഗുരുക്കന്മാരെയും താങ്ങും തണലുമായി എന്നെ ഈ സ്റ്റാർ പ്ലാറ്റിനം എന്ന ലെവല് വരെ എത്തിച്ച എൻ്റെ എല്ലാ ഗുരുക്കന്മാരെയും ഞാൻ പ്രണമിക്കുന്നു. എൻ്റെ മെന്റർ ഗുരുനാഥൻ സ്റ്റാർ എമറാൾഡ് സജീവ് സാറിനെ ഞാൻ പ്രത്യേകം ഓർമ്മിക്കുന്നു. എനിക്ക് ഇന്ന് വരെ എന്തെങ്കിലുമൊക്കെ ആവാനോ അല്ലെ എന്തെങ്കിലുമൊക്കെ പറയാനോ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് സംസാരിക്കാനോ ഒക്കെ എന്നെ പ്രാപ്തമാക്കിയ എല്ലാ ഗുരുക്കന്മാരെയും ഞാൻ വീണ്ടും വീണ്ടും ഡോക്ടർ രായൻ സാർ, റൂബി ഗിരീഷ് സാർ, സാക്ഷാൽ മൂർത്തി സാർ എല്ലാവരെയും ഒരിക്കൽ കൂടി പ്രണമിക്കുന്നു. അപ്പോ നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ഒരു പ്രൊഡക്റ്റിലൂടെയോ ഒരു വ്യക്തിയിലൂടെയോ ഒരു പ്രോഗ്രാമിലൂടെയോ നമ്മൾ ഇന്ന് ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ബിസിനസ് ആണ് RCM. ആ RCMൽ നമ്മൾ എത്തിപ്പെട്ടു. നമ്മളെല്ലാവരും RCMലെ സഹോദരി സഹോദരന്മാരാണ് അല്ലേ? നമുക്ക് RCM എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവവായുവാണ്. അപ്പോൾ ഞാനും ഒരു 14 വർഷം സൗദി അറേബ്യയിലായിരുന്നു. ടീച്ചിങ് മേഖലയാണ്. സോഷ്യോളജിയിൽ MPhil ഹോൾഡറാണ്. അപ്പോൾ ഇവിടെ വന്ന് സാധാരണ ഞാനൊരു ടീച്ചിങ് മേഖലയിലേക്ക് പോകുമായിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ ടീച്ചിങ് മേഖല വാല്യുബിൾ ആണ്, നോബൽ ജോബാണ്, ഒക്കെ സത്യമാണ്. പക്ഷെ എങ്കിലും ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഒരു ഫ്രീഡം, ഒരു ടൈം ഫ്രീഡം, ഒരു സന്തോഷം എല്ലാം അത് RCMലല്ലായിരുന്നെങ്കിൽ എനിക്ക് കിട്ടില്ലായിരുന്നു. അതൊരു പരമാർത്ഥം സത്യമാണ്. അപ്പോൾ ഇന്ന് ഓരോ ദിവസങ്ങളും നമ്മൾ RCMൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്. RCMൽ നമുക്കറിയാം, വിജയിക്കണമെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാർ നമ്മളോട് പറയാറുണ്ട്, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം, പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യണം, ഹോം മീറ്റിങ്ങുകൾ ചെയ്യണം, ഹോം ഷോപ്പുകൾ ചെയ്യണം, ടാർഗറ്റുകൾ ഏറ്റെടുക്കണം, ഓഫേഴ്സുകൾ ഏറ്റെടുക്കണം, അല്ലെ, പുതിയ പുതിയ ജോയിനിങ്ങുകൾ കൊണ്ടുവരണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സിസ്റ്റം ഫോളോ ചെയ്യണമെന്ന് പറയും. ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഇതെല്ലാം അടങ്ങിയതാണ്. സിസ്റ്റം നമ്മൾ കമ്പനി വിസിറ്റ് ചെയ്യണം. ഇതെല്ലാം സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഇതുപോലെ വളരെ പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റാണ് ത്രിദിന ഈവനിങ് കോഴ്സ്. അതും ഇതിലെ നമ്പർ 1 ആണ്. കാരണം അപ്പൊ ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് തന്നെ 3 days ട്രെയിനിങ് ആണ്. അത് എങ്ങനെ ചെയ്യണം, അത് എന്തിന് ചെയ്യണം, അത് ചെയ്താലുള്ള ഗുണങ്ങൾ എന്താണ്, ആരൊക്കെ ചെയ്യണം, ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ സബ്ജക്റ്റ്. അപ്പോ ത്രിദിന കോഴ്സ് എന്ന് പറയുമ്പോൾ തുടക്കത്തിലൊക്കെ എനിക്കും അറിയില്ല ഇതെന്താ ത്രിദിന കോഴ്സ് എന്നൊക്കെ പറയാം. മറ്റുള്ള ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ ചെയ്തു വരുന്നു അല്ലെ. അപ്പൊ ത്രിദിന കോഴ്സ് ഇതെന്താ അറിയില്ല. ത്രിദിന കോഴ്സ് അറ്റൻഡ് ചെയ്തു. അപ്പോ ആലപ്പുഴയിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ത്രിദിനം ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടി അത് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അതിലും ഇപ്പൊ നമുക്കറിയാം, ഒരു ത്രിദിന കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടൊന്നും അല്ല ത്രിദിന കോഴ്സ് സംഘടിപ്പിക്കുന്നത്. അത് 10 ആളാകാം, 15 ആകാം, 5 ആളാകാം, അതൊക്കെ അങ്ങനെ അതിന്റെ അനുസരിച്ച് വരും. പക്ഷേ കഴിഞ്ഞ വർഷം ഒരു ത്രിദിന കോഴ്സ് എല്ലാവരും അറിഞ്ഞ ഒരു ത്രിദിന കോഴ്സ് ഉണ്ടായിരുന്നു. അതായത് എൻ്റെ മെന്റർ, എൻ്റെ ഗുരുനാഥൻ സ്റ്റാർ എമറാൾഡ് സജീവ് സാറ് 3 ദിവസം ആലപ്പുഴയിൽ സ്റ്റേ ചെയ്തുകൊണ്ട് ഞങ്ങൾക്കൊരു ത്രിദിനം തന്നു. ഏകദേശം ഒരു 60-70 ഇടയ്ക്ക് വ്യക്തികൾ പങ്കെടുത്ത ഒരു ത്രിദിന കോഴ്സ്. അതൊരു ചരിത്ര സംഭവമായിരുന്നു ആലപ്പുഴയെ സംബന്ധിച്ച്. കാരണം ആ ത്രിദിന കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു 1-1.5 മാസത്തിനുള്ളിൽ ഒരു 100 ജോയിനിങ് ഇവിടെ സാധ്യമായി എന്നുള്ളത് അത് ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിരുന്നു ആലപ്പുഴ ടീമിന്റെ. അങ്ങനെ ഒരു ത്രിദിന കോഴ്സ് ഞങ്ങൾക്ക് ലഭിച്ചത് ഞാൻ സാറിനെ പ്രത്യേകം ഓർക്കുന്നു. അപ്പോ അതിനുശേഷം അപ്പോഴും ത്രിദിനം എടുക്കാൻ ഞാൻ പ്രാപ്തമാണോ? അപ്പൊ എനിക്കറിയില്ല ഇതെങ്ങനെ ത്രിദിനം എടുക്കും. നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ, പുതിയൊരു കാര്യത്തോട് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ്, അതൊരു എല്ലാവർക്കും ഒരു പേടി, അത് നമ്മുടെ സർവ സഹജമാണ്.
എനിക്കും അതുകൊണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് എടുക്കേണ്ടത്. പക്ഷേ നമ്മളെപ്പോഴും നമുക്കറിയാം നമ്മുടെ ലീഡേഴ്സ് നമ്മുടെ കൂടെയുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ലീഡേഴ്സ് നമ്മളോട് സഹകരിച്ചും നമ്മൾ എല്ലാ സംശയങ്ങളും തീർത്ത് നമ്മളെ ഓരോ കാര്യങ്ങൾക്കും അവർ പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമുക്ക് ലീഡേഴ്സ് എപ്പോഴും പറയും, ആദ്യം ലീഡേഴ്സ് കാണിച്ചു തരും, നമ്മൾ കണ്ടു നിൽക്കണം. രണ്ടാമത് നമ്മളെ കൊണ്ട് അവര് ചെയ്യിപ്പിക്കുന്നു, അവർ കൂടെ ഉണ്ട്, നമ്മളെ കൊണ്ട് അവര് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ അതിലുള്ള ന്യൂനതകളൊക്കെ അവർ പറഞ്ഞു തന്നു, അതങ്ങനെയല്ല, അതിങ്ങനെ കുറച്ചും കൂടി കൂട്ടാം, കുറച്ചും കൂടെ കുറക്കാം. അപ്പൊ അങ്ങനെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് അവര് കൂടെ നിന്ന് രണ്ടാമത്തെ നമ്മൾ ചെയ്യിപ്പിക്കുന്നു. മൂന്നാമത് അവര് പറയും, നിങ്ങൾ ചെയ്തോളൂ, ഓക്കെ, നിങ്ങൾ ചെയ്തോളൂ. കാര്യം അവർ നമ്മളെ പ്രാപ്തമാക്കി. ആദ്യം അവർ ചെയ്തത് നമ്മൾ കണ്ടു, രണ്ടാമത് അവർ നിന്നുകൊണ്ട് നമ്മളെ ചെയ്യിപ്പിച്ചു, മൂന്നാമത് അവർ പറയുന്നു ഇനി നിങ്ങൾ ചെയ്യൂ. അങ്ങനെയല്ലേ വേണ്ടത്? എപ്പോഴും എല്ലായ്പ്പോഴും ലീഡേഴ്സ് നമ്മുടെ കൂടെ വരണമെന്ന് നമ്മൾ ശാഠ്യം പിടിക്കരുത്. കാരണം ഇത് അവനവന്റെ ബിസിനസ്സാണ്. RCM ലീഡേഴ്സിന്റെ ബിസിനസ് അല്ല. RCM ഓരോ വ്യക്തിയുടെയും ബിസിനസ്സാണ്. ഓരോ വ്യക്തിക്കും വളരാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് RCM. അപ്പോ ലീഡേഴ്സിന് വേണ്ടിയല്ലല്ലോ നമ്മളെല്ലാം ചെയ്യുന്നത്, നമുക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അത് എനിക്ക് വേണ്ടിയാണെന്നൊരു ബോധം നമുക്ക് വേണം, അല്ല ലീഡറിന് വേണ്ടി അല്ല. ലീഡേഴ്സ് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോ ത്രിദിന കോഴ്സ് എന്തുകൊണ്ടും ഇനി ഞാൻ എടുക്കണ്ടേ? കാര്യം തൃശ്ശൂരിൽ നിന്ന് ആലപ്പുഴയിൽ വന്ന് ഒരു ത്രിദിന കോഴ്സ് തരിക എന്നുള്ളത് ഏറ്റവും ദുർഘടമായ ഒരു കാര്യം. എല്ലാവർക്കും അറിയാം, ചെറിയ ദൂരമൊന്നും അല്ല. പക്ഷെ എന്നിട്ടും അതെല്ലാം അവര് കണ്ടും കേട്ടും അതൊന്നും അവർക്ക് ദൂരമൊന്നും ഒരു പ്രശ്നമല്ല. RCMല് അവരിവിടെ വന്നു 2 പ്രാവശ്യം ത്രിദിനം തന്നു. അപ്പൊ മൂന്നാമത് ഞാൻ ത്രിദിനം എടുത്തേ പറ്റൂ. കാരണം ഇത് എന്റെ ബിസിനസ്സാണ്. അപ്പോ രേഖ മാഡം എന്തായാലും അടുത്ത മാസം ത്രിദിനം എടുക്കുക, സജീവ് സാർ പറഞ്ഞു. ഓക്കെ സാറേ, ഞാൻ എടുത്തിരിക്കും. പിന്നെ വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, ഇന്ന പോലെയൊക്കെ ചെയ്യൂ, ഇന്ന ദിവസങ്ങളിലാക്കി ചെയ്യൂ. ഓക്കെ സാറേ, ചെയ്യാം. അപ്പോ ത്രിദിനം അങ്ങനെ സാറെല്ലാം പറഞ്ഞു തന്നു, എല്ലാ സപ്പോർട്ടും തന്നു. സനൽ സാറ് എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് വിളിച്ച് പറയും. അപ്പൊ ഓക്കെ സാറേ, അതേപോലെയൊക്കെ ചെയ്യാം. അങ്ങനെ 13, 14, 15 തീയതികളിൽ ഈ മാസം ത്രിദിന കോഴ്സ് ഇവിടെ നടന്നു. ഏറ്റവും വലിയൊരു നൊസ്റ്റാൾജിയ എന്ന് പറയാൻ, ഞാൻ പഠിച്ച സ്കൂളിൽ, ഞാൻ 4ാം ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച ആ ക്ലാസ് റൂമിലായിരുന്നു ഇത്തവണ ഞങ്ങൾ ത്രിദിനം നടത്തിയത്. ആ ക്ലാസ് റൂമിലേക്ക് കയറിയപ്പോൾ തന്നെ എന്തോ ഒരു ഫീൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ഇരുന്ന് പഠിച്ച ഒരു ക്ലാസ്സിൽ വർഷങ്ങൾക്ക് ശേഷം തിരികെ ചെന്ന് നമ്മൾ ഇങ്ങനെ ഒരു ത്രിദിന കോഴ്സ്, ഒരു RCMല് ലോകം പിടിച്ചടക്കാൻ പോകുന്ന ഒരു പ്രസ്ഥാനത്തില് നമ്മൾ ഇരുന്നുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മളൊരു പഠിച്ച ക്ലാസ് റൂമിൽ വീണ്ടും ചെന്ന് ഇരുന്നപ്പോൾ കുട്ടികൾ ഇരിക്കുന്നത് പോലെയാണ് എല്ലാവർക്കും ഫീൽ ചെയ്തത്. കാര്യം ലേറ്റായി വരുന്ന ഒരു ടീച്ചറെ കയറിക്കോട്ടെ, കാര്യം അതോ ക്ലാസ് റൂമാണ് ഓർക്കുന്നത്, പണ്ട് പഠിച്ച ക്ലാസ് റൂമാണ്. അതൊക്കെ കണ്ടപ്പോ എന്താ ഒരു സന്തോഷം! എന്താ ഇതൊക്കെ RCMലല്ലാതെ മറ്റെവിടെ ഇതൊക്കെ കിട്ടും, ഈ സൗഭാഗ്യം? അപ്പോ നമുക്ക് ത്രിദിനം എന്തിനാണ് ത്രിദിനം ചെയ്യുന്നത്, അല്ലെ? ത്രിദിനം ചെയ്യണം, എല്ലാവരും ത്രിദിനം ചെയ്യുന്നു. ഇന്ന് കേരളത്തിൽ ഒരു അലയൊലിയാണ്, എല്ലായിടത്തും ത്രിദിനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം സ്റ്റാർ പ്വൽ സുന്ദരൻ സാറ് ത്രിദിനം ചെയ്തു. ഇപ്പോ 3 ദിവസം ജയശ്രീ മാഡം, സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ ജയശ്രീ മാഡം, ഇന്ന് ലാസ്റ്റ് ദിവസമാണ് മാഡത്തിന്റെ ത്രിദിനം. അപ്പൊ അങ്ങനെ എല്ലായിടത്തും ത്രിദിനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെന്തിനാണ് ഈ ത്രിദിനം ചെയ്യുന്നത്? കൂട്ടുകാരെ, നമ്മള് RCMല് നമ്മൾ വിജയിക്കാനാണ് എല്ലാവരും വന്നത്, അല്ലെ? RCMല് വിജയിക്കാൻ തന്നെയാണ് നമ്മൾ എല്ലാവരും വന്നത്. ഇത്രയും നാൾ നമ്മൾ പല കാര്യങ്ങൾ ചെയ്തു, വിജയിച്ചില്ല. പക്ഷെ എന്തുകൊണ്ടോ നമുക്കതിനുള്ള ഭാഗ്യമില്ലായിരുന്നു. പക്ഷെ ഇന്നും നമ്മൾ RCMൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചേ മതിയാവും. അപ്പൊ വിജയിക്കുന്നതിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ RCMൽ ചെയ്യണമല്ലോ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ത്രിദിനം. നമ്മൾ RCMല് ടീം ബിൽഡിംഗ് ചെയ്യും. അപ്പോൾ ടീം ബിൽഡിങ്ങിന്റെ ഏറ്റവും വലിയൊരു ടൂളാണ് ത്രിദിന ഈവനിങ് കോഴ്സ്. നമുക്ക് വളരാനാണ് നമ്മൾ RCMൽ എല്ലാ കാര്യങ്ങളും
ചെയ്യുന്നത്. പക്ഷേ നമുക്ക് വളരാൻ മാത്രമാണോ? അല്ല, അതിലൂടെ നമ്മുടെ ടീം അംഗങ്ങളെ നമ്മൾ ഉയർത്തുന്നു. നമ്മുടെ ടീം അംഗങ്ങളെ ഉയർത്തി അതിലൂടെ നമ്മൾ വിജയിക്കുന്നു. എല്ലാവരും വരുന്നത് അവനവന് വിജയിക്കാൻ വേണ്ടി തന്നെയാണ് ആർസിഎമ്മിൽ വരുന്നത്. ആരോഗ്യത്തിന് വേണ്ടി വരുന്നവരുണ്ട്, വരുമാനത്തിന് വേണ്ടി വരുന്നവരുണ്ട്, ആദരവിന് വരുന്നവരുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും വരുന്നവരുണ്ട്. പക്ഷേ ഇതെല്ലാം അവനവന് വേണ്ടിയാണ് എല്ലാവരും ആദ്യം ആർസിഎമ്മിലേക്ക് വരുന്നത്. പക്ഷെ ആർസിഎമ്മിന്റെ സിസ്റ്റം മനസ്സിലാകുമ്പോഴാണ് ഇത് എനിക്ക് മാത്രമല്ല എൻ്റെ സമൂഹത്തിന് കൂടി ഉപകരിക്കുന്നതാണ്. അപ്പോ എന്നിലൂടെ ഞാനൊരു തീരുമാനം എടുത്താൽ എൻ്റെ സമൂഹവും എന്നിലൂടെ വളരും. അതിലൂടെ ഒരു രാഷ്ട്രത്തെ കൂടി നമുക്ക് വളർത്താൻ സാധിക്കുമെന്നുള്ളൊരു സത്യം നമ്മൾ തിരിച്ചറിയുന്നത് ഇതിന്റെ സിസ്റ്റം മനഃപ്പാഠമാക്കി കഴിയുമ്പോഴാണ് നമുക്ക് ഈ സത്യം മനസ്സിലാവുന്നത്. അങ്ങനെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മിലൂടെ നമ്മുടെ സമൂഹവും വരുന്നു, അവരും വളരുന്നു. അപ്പോ എനിക്ക് വളരാൻ ഞാൻ ഇന്നത് ചെയ്തേ പറ്റൂ, ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തേ പറ്റൂ, ഞാൻ ത്രിദിനം അറ്റൻഡ് ചെയ്തേ പറ്റൂ, ഞാൻ ത്രിദിനം എടുത്തേ പറ്റൂ. എനിക്ക് വളരണം, എനിക്ക് വിജയിക്കണം, എൻ്റെ ടീമിനെയും വിജയിപ്പിക്കണം, എൻ്റെ ടീമിനെയും വളർത്തണം. ഈ ഒരു ബോധം നമുക്ക് ഉള്ളിലുണ്ട്. ആർസിഎം ചെയ്യുന്ന എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല ആർസിഎം ചെയ്യുന്ന എല്ലാവർക്കും ഇതിന്റെ ഉള്ളിൽ ഇതുണ്ടാകും എന്ന് എനിക്കറിയാം. കാരണം എൻ്റെ ടീമിനെയും വളർത്തണം, എൻ്റെ ടീമിനെ വിജയിപ്പിക്കണം, എനിക്കും വിജയിക്കണം. ഇതിനാണ് ത്രിദിനം നമ്മൾ ചെയ്യുന്നത്. അതായത് എൻ്റെ ടീമിനെ വിജയിപ്പിക്കണം, എൻ്റെ ടീമിനെ വളർത്തണം, അതിലൂടെ സ്വപ്നങ്ങൾ പൂവണിയിപ്പിക്കണം, എനിക്കും വളരണം. അപ്പോ ത്രിദിനം എന്തിന് ചെയ്യണം അല്ലെ? അപ്പോ ത്രിദിനം ഇനി എങ്ങനെ ചെയ്യണം? അപ്പൊ ത്രിദിനം നമുക്ക് ഞാനൊരു പ്രസന്റേഷൻ കാണിക്കാം. അതിൽ ഞാനൊരു 10 പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആ 10 പോയിന്റ് എല്ലാവരും എഴുതിയെടുക്കണം. അപ്പൊ അതിന്റെ ഒരു വിവരണം നമുക്ക് തരാം. അപ്പൊ ഞാൻ എന്തിന് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് കാണിക്കാം. അപ്പൊ ആ പോയിന്റ് എല്ലാവരും എഴുതിയെടുക്കുക. ഫസ്റ്റ് പോയിന്റ് എല്ലാവർക്കും കാണാവോ സാറേ? അത് ഫുൾ സ്ക്രീൻ ആക്കൂ. കാണുന്നുണ്ട്. ഇപ്പോഴോ? ഓക്കെ. അപ്പൊ നമുക്കറിയാം, ഇത് ഫസ്റ്റ് പോയിന്റ് പ്രൊമോഷൻ ഇൻഡസ്ട്രി. എല്ലാവരും ബുക്കിൽ എഴുതിയെടുക്കുക. ആർസിഎം നമുക്കറിയാം ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്. ഇതൊരു പ്രൊമോഷൻ ഇൻഡസ്ട്രിയാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഇത് മറ്റുള്ളവരെ അറിയിക്കുക. 10 പേര് അറിയട്ടെ. നമ്മൾ എന്ത് ചെയ്താലും അത് മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം. അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് പ്രൊമോഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഈ പോസ്റ്റിൽ, അതായത് ഞങ്ങൾ ത്രിദിനം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, അതായത് 11-ാം തീയതി, 13, 14, 15 ആയിരുന്നു ത്രിദിനം. 11-ാം തീയതി ഇവിടെ ഒരു ചെറിയ റാലി നടത്തി. അതായത് നമ്മൾ അതിനൊരു പ്രൊമോഷൻ കൊടുക്കുകയാണ്. നമ്മൾ ഒരേ കളറിലെ ഒരു യൂണിഫോം ഒക്കെ അണിഞ്ഞ് നമ്മുടെ ആർസിഎം എന്ന് എഴുതിയ കുടയൊക്കെ പിടിച്ച് ഒരു 2-2.5 കിലോമീറ്റർ ഞങ്ങൾ ദൂരം ഒന്ന് നടന്നു. ഇതെന്തിനാണെന്ന് വെച്ചാൽ, ഇതിപ്പോ എന്തിനാ ഇങ്ങനെ നടക്കുന്ന പലരും ചോദിക്കും. ഇതെന്തിനാ, ഇവർക്ക് വേറെ പണിയില്ലേ, ഇവർക്ക് വീട്ടിലിരുന്നൂടെ? ഇങ്ങനെ പല പല കമന്റുകൾ വരും. പക്ഷെ ഇവരിത് പറയുമ്പോഴും ഇവരുടെ ചുണ്ടിൽ ആർസിഎം ആണ് തട്ടിക്കളിക്കുന്നത്. കാര്യം ആർസിഎമ്മിന്റെ കുട കാണുന്നു. ഇവരിത് ആർസിഎം കൊടയോ എന്ന് ചോദിച്ചിട്ടാണ് ഇവർക്ക് വേറെ പണിയില്ലേ? മനസ്സിലായോ? അപ്പൊ ആർസിഎം എന്ന് അറിഞ്ഞോ അറിയാതെയോ അവരെ കൊണ്ട് പറയിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. 2.5 കിലോമീറ്റർ നമ്മൾ നടക്കുമ്പോൾ ഒരുപാട് പേര് ഇത് കാണുന്നുണ്ട്. റോഡിലൂടെ നടക്കുമ്പോൾ റോഡിൽ വാഹനങ്ങൾ വരുന്നു, ബസ് വരുന്നു, ബസ് നിർത്തി നോക്കുന്നു, അവര് അതിന്റെ തല പുറത്തേക്കിട്ട് നോക്കുന്നു. ഇങ്ങനെ പല രീതിയിൽ ആളുകൾ നോക്കുക. അപ്പൊ ഇവരെ ഒന്ന് കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ എന്ത് ചെയ്താലും മറ്റുള്ളവർ കാണുക. ആർസിഎം എന്ന് എല്ലാവരും പറയണം. അതായത് ആർസിഎം അറിയാത്ത ഒരാൾ പോലും നമ്മുടെ ലൊക്കാലിറ്റിയിൽ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ ഓരോരുത്തരുടെ ഒരു ലക്ഷ്യമാക്കണം. ആർസിഎം ഞങ്ങൾ എല്ലാവരിലും എത്തിക്കും. ആർസിഎം എന്ന് പറയട്ടെ, ആദ്യം ആർസിഎം എന്ന് പറയട്ടെ. അപ്പോൾ ഇങ്ങനെ പറയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അങ്ങനെ ഞങ്ങൾ പാഞ്ചജന്യം വണ്ടർവേൾഡിൽ നിന്ന് അമൃത വണ്ടർവേൾഡിലേക്ക് ഒരു റാലിയായിട്ട് പോയി.
ഇത് 11-ാം തീയതി നടക്കുന്ന ഒരു സംഭവം. അപ്പോ അതിനുശേഷം 13-ാം തീയതി നമ്മളൊരു ത്രിദിനം സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുന്നേ ഈ പോസ്റ്റർ നിങ്ങൾ കണ്ടു കാണും. ഈ പോസ്റ്റർ, അതായത് ത്രിദിന ഈവനിങ് കോഴ്സ് രേഖാ ദേവദത്തൻ. അതായത് ഞാൻ കൂളിംഗ് ക്ലാസ് ഒന്നും ധരിച്ച് അങ്ങനെ നടക്കാറില്ല. പക്ഷേ ഈ ഫോട്ടോ എന്തിനാണ് ഇങ്ങനെ വെച്ചതെന്ന് ചോദിച്ചാല്, നോർമലി എന്നെ കാണുന്ന ഒരു വ്യക്തി ഈ ഫോട്ടോ കാണും, അത് ശരി, ഇപ്പൊ ഇയാൾക്ക് ഇങ്ങനെയൊക്കെ മാറ്റം സംഭവിച്ചു, ഇയാൾ കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ചു, ഇത് എന്താ ഇതിന്റെ അർത്ഥം? അപ്പൊ വായിക്കുമ്പോ എന്താണ് RCM ത്രിദിന കോഴ്സ്. അപ്പൊ പലരും ഇത് ഇങ്ങനെ ചോദിക്കുന്നത് മറ്റുള്ളവർ കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അസോസിയേറ്റ്സ് തന്നെ ഇത് കാണുന്നുണ്ട്. പലരും ഇത് നോക്കി നിന്നുണ്ട്, രേഖ ഈ സ്കൂളിൽ പഠിച്ചതാ, എനിക്കറിയാം, ഇങ്ങനെ പലരും കമന്റുകൾ പാസ്സാക്കുന്നുണ്ട്. ഇതെന്തിനാ ഇങ്ങനെ ചെയ്തത്? ഇതൊരു പ്രൊമോഷനാ. വേണമെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യണ്ട, ഇത് ആരും അറിയാതെ നമുക്കൊരു ത്രിദിന കോഴ്സ് അവിടെ നടത്താം. പക്ഷേ ഈ പോസ്റ്ററുകൾ ഞങ്ങൾ പല സ്ഥലങ്ങളിലും ഇതിങ്ങനെ വെച്ചു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കാണട്ടെ. ത്രിദിന ഈവനിങ് കോഴ്സ് RCM. ഈ RCM എന്ന് എല്ലാവരും പറയണം. ഇതൊരു പ്രൊമോഷനാ. അതല്ലാതെ നമ്മൾ ആരും അറിയാതെ, അതേ ഒരു ത്രിദിന കോഴ്സ് ഉണ്ട് കേട്ടാ, ആരും അറിയാതെ വരണം കേട്ടാ, അവിടെ ആരോടും പറയണ്ട, നിങ്ങൾ അവിടെ വന്നൊന്നിരിക്കണം കേട്ടാ. ഇങ്ങനെ വിളിച്ചാൽ, ഇങ്ങനെ വിളിക്കുകയാണോ നമ്മൾ 10 പേരെ അറിയിച്ചുകൊണ്ട് ത്രിദിനം നടക്കുന്നു എന്ന് പറയുന്നതാണോ? ഏതാണ് നമ്മുടെ ബിസിനസ്സിന് മുതൽക്കൂട്ട്? നമ്മൾ അറിയിച്ചുകൊണ്ട് വേണം എന്ത് കാര്യവും RCM ചെയ്യും. ഒരു പ്രൊഡക്റ്റ് കൊടുക്കട്ടെ, ഒരു ട്രെയിനിങ് നടക്കട്ടെ, ഒരു പ്രോഗ്രാം നടക്കട്ടെ, ഒരു ഹോം മീറ്റിംഗ് നടക്കട്ടെ, ഒരു ഹോം ഷോപ്പ് നടക്കട്ടെ, അവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള എല്ലാവരോടും ഇതൊന്ന് പറയും. വരുന്നവർ വന്നാൽ മതി, നമുക്ക് എല്ലാവരും വരണമെന്നോ എല്ലാവരും RCM പ്രൊഡക്റ്റ് വാങ്ങുമെന്നോ അങ്ങനെയുള്ള പിടിവാശിയൊന്നും ഇല്ല. പക്ഷേ എല്ലാവരെയും നമ്മൾ അറിയിക്കണം. അത് നമ്മുടെ ഒരു ദൃഢനിശ്ചയമാക്കി നമ്മൾ എടുക്കണം. ആരെന്ത് പറഞ്ഞോട്ടെ, നോ പ്രോബ്ലം, ഞാൻ RCM വിജയിച്ചിരിക്കും. ആ വിജയിക്കാനുള്ള വഴികളാണ് പലത്. ആ വഴികൾ നമ്മൾ തിരഞ്ഞെടുക്കുക. എല്ലാം സത്യമായ വഴികളാണ്. അപ്പോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ ഇൻഡസ്ട്രിയാണ്. നമ്മൾ എന്ത് ചെയ്താലും പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് വേണം നമ്മളത് ചെയ്യാൻ. അടുത്ത പോയിന്റ്, ബിയോണ്ട് കംഫർട്ട് സോൺ. ഇത് നമ്മൾ ഇവിടെ ചെയ്ത ഒരു ത്രിദിനത്തിന്റെ ഒരു ഫോട്ടോയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. സെക്കൻഡ് പോയിന്റ്, ബിയോണ്ട് കംഫർട്ട് സോൺ. അതായത് RCM നമുക്കറിയാം, നമ്മൾ പറയുമ്പോൾ എല്ലാവരും എനിക്ക് സമയമില്ല, രാവിലെ എനിക്ക് ജോലിക്ക് പോകണം, ഉച്ചകഴിഞ്ഞാണെങ്കിൽ എനിക്ക് പശുവിനെ കറക്കണം, പിന്നെ വൈകുന്നേരം ആണെങ്കിൽ എനിക്ക് പിന്നെ അറിയാലോ പല പല കാര്യങ്ങളാണ്. അപ്പോൾ എന്ത് നമുക്കറിയാം, അവർ തടസ്സങ്ങൾ പറയാൻ വേണ്ടി തന്നെ ഇരിക്കുക നമ്മളിത് പറയുന്നു. അപ്പൊ ഇവരുടെ ജോലി സമയം പലർക്കും നമുക്കറിയാം, ആഗ്രഹമുണ്ട് പലപ്പോഴും, പക്ഷെ അവർക്ക് വരാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് ജോലിക്ക് പോകണം. അപ്പോ ജോലി കഴിഞ്ഞ് നമുക്കൊരു ക്ലാസ് വെക്കാൻ നമ്മൾ ആലോചിക്കാറുണ്ടോ? ഇല്ല. നമ്മുടെ ക്ലാസ് എപ്പോഴും 10 മണി 2 മണി. അപ്പോൾ നമ്മുടെ ഒരു പ്രോഗ്രാം നടന്നാലും 10 തുടങ്ങി 4 മണി. ഇതൊന്നും സാധാരണക്കാരായ പലർക്കും പറ്റില്ല നമ്മുടെ പ്രോഗ്രാമിന് വരാനായിട്ട്. പക്ഷേ ഈ ത്രിദിന കോഴ്സിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇത് കംഫർട്ട് സോൺ ആയ 6 മണി, എല്ലാവരും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഒരു സമയമാണ് ഈ 6 മണി സമയം. 6 തുടങ്ങി 9 വരെ പിന്നെ എല്ലാവരും എന്താ ചെയ്യുക? വീട്ടില് സീരിയൽ കാണും, സിനിമ കാണും, പിന്നെ അതായത് നമുക്കോ നമ്മുടെ കുടുംബത്തിനോ നമ്മുടെ സമൂഹത്തിനോ നമ്മുടെ ഭാവി തലമുറയ്ക്കോ യാതൊരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങളാണ് ഈ സമയങ്ങളിൽ നമ്മൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയം നമുക്കൊരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ സമയം വെറുതെ കളയുന്നു. അപ്പൊ ഇങ്ങനെ കളയുന്ന ഈ സമയത്തെയാണ് ത്രിദിന ഈവനിങ് കോഴ്സിലൂടെ നമ്മൾ അവരുടെ മൈൻഡ് നമ്മൾ പിടിച്ചെടുക്കുകയാണ്. 6 തുടങ്ങി 9 മണി വരെ അവർ വെറുതെ കളഞ്ഞിരുന്ന സമയം നമ്മൾ RCM ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. 6 തുടങ്ങി 9 മണി വരെ. അതായത് 6 മണി കഴിഞ്ഞാൽ എല്ലാവരും കൂടണയുന്ന സമയമാണ്. എല്ലാവരും ഗേറ്റ് അടച്ചകത്തായി, പിന്നെ പുറത്ത് എന്ത് സംഭവിച്ചാൽ ഭൂകമ്പം വന്നാൽ പോലും പിന്നെ ആരും അറിയില്ല. അങ്ങനെ അവനവനിലേക്ക് ഒതുങ്ങുന്ന സമയത്താണ് നമ്മൾ അവര് പതുക്കെ ആ കംഫർട്ട് സോൺ ഭേദിച്ച് പുറത്തേക്ക് വരൂ, പുറത്ത് വിശാലമായ ഒരു ലോകം കാത്തിരിക്കുന്നു. കാരണം സ്വപ്നങ്ങൾ പൂവണിയിക്കാൻ ഒരു ലോകം നമ്മളെ കാത്തിരിക്കുന്നു.
അപ്പോ 6 മണിക്ക് നമ്മൾ ത്രിദിനം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് തന്നെ ജോലിയല്ലേ തീർത്തു വെച്ച് അവർ പുറത്തേക്ക് വരുന്നു. അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ എല്ലാവരും പുറത്തേക്ക് വരികയാണ്. അപ്പോ അവരെ കംഫർട്ട് സോൺ ഭേദിപ്പിക്കാൻ നമ്മൾ പഠിപ്പിക്കുന്നു. അവരും കംഫർട്ട് സോൺ ഭേദിക്കാൻ അവരും സ്വയം പ്രാപ്തരാകുന്നു. ഞങ്ങൾക്ക് ഈ സമയത്ത് പോയാലേ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല മൈൻഡിനെ നമുക്ക് പിടിച്ച്, രാവിലെ ആണെങ്കിൽ അവർക്ക് പല പല ചിന്തകളാണ്. രാവിലെ ഒരു ക്ലാസ്സിന് വന്നിരുന്നാൽ വീട്ടിലെ പല ചിന്തകളായിരിക്കും അവർക്ക്, അല്ലെ? പിന്നെ ഇപ്പൊ സ്ത്രീകളാണെങ്കിലും നമുക്കറിയാലോ, ഗ്യാസ് ഓഫാണോ, ഗ്യാസ് ഓണാണോ, പശുവിനെ കെട്ടിയോ, പുല്ല് അവിടെ പാൽക്കാരൻ വന്നോ, ഇങ്ങനെ പല 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 ചിന്തകളാണ് അവർക്ക്. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ അവർ ജോലി എല്ലാം ഒതുക്കി ഫ്രീ ആയി വന്നിരിക്കുന്നു. ഫ്രീ മൈൻഡ് സെറ്റിലാണ് അവരവിടെ വന്നിരിക്കുന്നത്. അപ്പൊ കംഫർട്ട് സോൺ ഭേദിച്ച് അവരുടെ സ്വപ്നങ്ങൾ പൂവണിയിക്കാൻ അവരെ പ്രാപ്തമാക്കുകയാണ് ഈ ഈവനിങ് കോഴ്സിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ആണ് ബിയോണ്ട് കംഫർട്ട് സോൺ. അപ്പൊ അങ്ങനെ നമ്മൾ അവരെ കംഫർട്ട് സോൺ ഭേദിപ്പിച്ച് ഒരു ക്ലാസ്, RCMന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് അവരെ കൊണ്ടുവന്ന് നമ്മൾ ഇരുത്തുകയാണ്. അടുത്ത മൂന്നാമത്തെ പോയിന്റ് ഷോർട്ട് ആൻഡ് കാച്ചി. അതായത് സാധാരണ നമ്മുടെ RCM പ്രോഗ്രാമുകളിൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പ്രോഗ്രാം ആയിരിക്കും, അല്ലെ? നമ്മൾ സാധാരണ കണ്ടുവരുന്നത് അങ്ങനെയാണ്. രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, 4 മണി വരെ ഒരു പ്രോഗ്രാം. ഈ പ്രോഗ്രാമുകളിൽ നമ്മൾ എന്താണ് RCM എന്നും എങ്ങനെ RCM ചെയ്യണമെന്നും RCM എന്ത് ചെയ്താൽ എന്ത് കിട്ടുമെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്കറിയാലോ നമ്മുടെ ഒരു മെമ്മറി പവർ, അല്ലെ? ഇത്രയും മണിക്കൂറുകൾ നമ്മൾ ഈ പ്രോഗ്രാം കണ്ടാൽ അതിൽ എന്തുമാത്രം നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാൻ നമുക്ക് സാധിക്കും. വളരെ കുറച്ച്. കാര്യം ചിലപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഒരു പുകയായിരിക്കും ഉണ്ടാവും. എന്തൊക്കെയോ കേട്ടു, ഒരു പുക പോലെ നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ ഉണ്ടാവും. അവർക്ക് എന്താണെന്ന് അറിയില്ല. കുറെ ആൾക്കാർ പോയി കുറെ പ്രോഗ്രാം കേട്ട് കുറച്ച് കൈയടിച്ചു, ഞാനും കൈയടിച്ചു. കൊള്ളായിരുന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഉച്ചക്കത്തെ ചോറൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അവിടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അവര് കുറച്ച് ശ്രദ്ധയൊക്കെ അവരുടെ പോയി. കാര്യം അവര് ഫുൾ ടൈം ഒന്നും ആരും ഇത് ശ്രദ്ധിക്കില്ല. അതിനു പകരം നമ്മൾ ഇവിടെ ഒരു 6 മണി തുടങ്ങി 9 എന്ന് പറഞ്ഞാലും ചിലപ്പോൾ തുടങ്ങുമ്പോൾ ഒരു 6:20 ആകും, അല്ലെ? എല്ലാവരും വന്ന് തുടങ്ങുമ്പോഴേക്കും 6:20. ഏകദേശം എനിക്കൊന്ന് 2.5 മണിക്കൂറാണ് ഇതിന്റെ ഹൃദയസ്പർശിയായ ടൈം. ഒരു 2.5 മണിക്കൂറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എല്ലാവരും വന്ന് ആ 2.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് ഈ 3 ദിവസങ്ങളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഒരു ദിവസം കേൾക്കേണ്ട കാര്യം, ഒരു ദിവസമായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന കാര്യം നമ്മൾ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാടൊന്നും അവരോട് പറയുന്നില്ല. ഒരു ദിവസം നമ്മൾ വാട്ട് ഈസ് RCM, കുറച്ച് കാര്യങ്ങൾ, അല്ലെ? RCM എന്താണ്, അതിന്റെ പ്രൊഫൈൽ എന്താണ്, കമ്പനി എവിടെയാണെന്ന് അറിയണം, ഇനി RCM ചെയ്താലുള്ള ഗുണങ്ങൾ, അല്ലെ RCMന്റെ ലക്ഷ്യങ്ങൾ എന്താണ്, അത് നമ്മൾ പറയും. എങ്ങനെ ഒരു കമ്പനി തിരഞ്ഞെടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ അവരോട് പറയുന്നു. അപ്പൊ കുറച്ച് കാര്യങ്ങളായതുകൊണ്ട് എന്താണ്, അവർക്കും നല്ലപോലെ അത് വ്യക്തമായിട്ട് മനസ്സിലാകുകയാണ്. ഒരുമിച്ച് പറയുന്നതിന് പകരം വളരെ കുറച്ച് കാര്യങ്ങൾ ഒരു ദിവസം പറയുമ്പോൾ അവർ അത്രയും കാര്യങ്ങൾ ഏകദേശം ഹൃദയസ്ഥമാക്കി. അതാണ് ഷോർട്ട് ആൻഡ് ക്യാച്ച്. അവർക്കത് ക്യാച്ച് ചെയ്യാനും പറ്റുന്നുണ്ട്. എന്നാൽ വളരെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഒരു ദിവസം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് ഷോർട്ട് ആൻഡ് ക്യാച്ച്. നാലാമത്തെ പോയിന്റ് കണക്റ്റീവ് മെമ്മറി. അതായത് നമ്മൾ ഇത് കണക്ട് ചെയ്താണ് പോകുന്നത്. സിലബസ് പോലെ ഒരു ദിവസം ഇത്ര, അടുത്ത ദിവസം ഇത്ര, മൂന്നാമത്തെ ദിവസം ഇത്ര. അപ്പൊ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ദിവസം അവരോട് കാര്യങ്ങളൊന്ന് ചോദിക്കും, അല്ലെ? ഇന്നലെ പഠിച്ച, നമ്മൾ പണ്ട് സ്കൂളിൽ ചെയ്ത പോലെ ഇന്നലെ നമ്മൾ പഠിച്ച സിലബസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ അത് പറയും. അതേപോലെ നമ്മൾ ഇന്നലെ എന്താ പഠിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവർ തത്ത പറയുന്നത് പോലെ എന്താണ് RCM, അപ്പോ RCM എന്താണെന്ന് നിങ്ങളൊന്ന് പറയൂ എന്ന് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞ സന്തോഷം വന്നു. കാര്യം അവർ ഓരോരുത്തരും എന്താണ് RCM എന്ന് പറയുന്നു. അപ്പൊ അവരത് ഇന്നലെ കേട്ടിരുന്നത് കൊണ്ടാണല്ലോ ഇന്ന് അത് പറഞ്ഞത്. അപ്പോ നമുക്ക് അത് കണക്റ്റീവ് മെമ്മറി. അപ്പൊ നമ്മൾ എല്ലാവരും അറിയാം, 18 വയസ്സുള്ളവരെല്ലാം RCMലേക്ക് വരുന്നത് വീട്ടമ്മമാരും, അല്ലെ? അത് മെജോറിറ്റിയും വീട്ടമ്മമാരാണ്. അപ്പൊ അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, അവരുടെ മെമ്മറിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ എങ്കിൽ പോലും അവര് ഇന്നലെ കേട്ട RCM എന്താണെന്ന് അവര് മനസ്സിൽ പതിപ്പിച്ചു. അപ്പൊ അതാണ് ഇത് കണക്ട് ചെയ്ത് നമുക്ക് സിലബസ് എടുക്കാൻ
പറ്റുന്നു. അടുത്തത് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അല്ലെ. RCMൽ ഏറ്റവും പരമപ്രധാനമാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവനവൻ വിചാരിക്കണം വിജയിക്കണമെന്ന്. അതിൽ യാതൊരു സംശയവും ഇല്ല. എന്തൊക്കെ പറഞ്ഞാലും ശരി, അവനവൻ തന്നെ വിചാരിക്കണം. അപ്പോ ഈ എലിവേറ്റ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം ഉയർത്തുക. അത് പറയുന്നവർക്കായിക്കോട്ടെ, എടുക്കുന്നവർക്കും കേൾക്കുന്നവർക്കും അവരുടെ ആത്മവിശ്വാസം കൂടുന്നു. ഇപ്പോ ത്രിദിന കോഴ്സ് ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ത്രിദിന കോഴ്സ് എടുക്കുന്നത്. പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ വന്നു ഒരു ആത്മവിശ്വാസം. എനിക്കിത് എടുക്കാൻ പറ്റും. അപ്പൊ ഞാനിത് നേരത്തെ എടുക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഇനി കേട്ടിരുന്നവർക്കോ, അവർക്കും തോന്നി ഞങ്ങൾക്കും ഇതുപോലെ എടുക്കണം. അപ്പൊ കണ്ടോ, ചെറിയൊരു കാര്യമല്ല. എനിക്ക് തന്നെ തോന്നിയത് നേരത്തെ എടുക്കേണ്ടിയിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പൊ എന്നിൽ തന്നെ ആത്മവിശ്വാസം വർദ്ധിച്ചു. കേട്ടിരുന്ന ലീഡേഴ്സിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് തോന്നി? അത് മാഡം ഞങ്ങൾക്കും ഇപ്പൊ എടുക്കാം എന്നൊരു തോന്നൽ വന്നു. അങ്ങനെയാണ് നമ്മുടെ ടീം അംഗങ്ങൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് അവരും ചെയ്യുന്നത്. നമ്മൾ വളരാൻ ആഗ്രഹിച്ചാൽ അവർക്കും വളരാം. നമുക്ക് വിജയിക്കാൻ ആഗ്രഹിച്ചാൽ അവർക്കും വിജയിക്കണം. അപ്പൊ നമ്മുടെ എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് തന്നെ അവരും ചെയ്തിരിക്കും. നമ്മൾ എനർജിയോടുകൂടി നിന്നാൽ അവര് നമ്മളെക്കാൾ 10 മടങ്ങ് എനർജിയോടെ അവരും നിൽക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോ ആത്മവിശ്വാസം, എന്റെ ആത്മവിശ്വാസം കൂടുന്നു, ടീം അംഗങ്ങളുടെ ആത്മവിശ്വാസം കൂടുന്നു. ആരാണോ ത്രിദിനം എടുക്കുന്നത് ആ എടുക്കുന്ന ലീഡറുടെ ആത്മവിശ്വാസം കൂടുന്നു. അത് കേട്ടിരിക്കുന്ന ലീഡേഴ്സിന്റെ, എന്തിന്, പുതിയ വ്യക്തികളുടെ പോലും ആത്മവിശ്വാസം കൂടുന്നു. കാര്യം അവരുടെ കേൾക്കുന്ന കാര്യങ്ങൾ 3 ദിവസമായി കേൾക്കുകയാണ്. വളരെ പതുക്കെ, സ്പീഡ് വെച്ച് പോകുന്നില്ല. അവർക്ക് കേൾക്കാൻ പറ്റാതെ വരുന്നില്ല. അവരുടെ തൊട്ടടുത്തിരുന്നാണ് അവരുടെ ലീഡർ ഇതെല്ലാം പറയുന്നത്. നമ്മൾ ഒരുപാട് ദൂരമല്ല, അവർക്ക് കയ്യെത്തുന്ന ദൂരത്തിൽ അവരോടടുത്ത് നിന്നാണ് അവരുടെ ലീഡർ ഇതെല്ലാം പറയുന്നത്. അപ്പോ അവർക്കും അത് ചെയ്യാൻ സാധിക്കും. അവരിലുള്ള കോൺഫിഡൻസും കൂടുന്നു. അടുത്ത പോയിന്റ്, കൺസിസ്റ്റന്റ് മൊമെന്റ്. നമുക്ക് പിക്ചറിൽ കാണാൻ സാധിക്കും, എല്ലാവരും വളരെ ഉത്സാഹത്തോടെയാണ് ഇരിക്കുന്നത് അല്ലെ. നമുക്ക് തോന്നും, അയ്യോ ഇതൊന്നും നമുക്ക് പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ, അല്ലെ നമ്മളിത് കേൾക്കുന്ന ഒന്നും നമുക്ക് ഇഷ്ടമുള്ള കാര്യം. ഒരു സിനിമ കഥയല്ല പറയുന്നത് അല്ലെ. സിനിമ കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ RCM ക്ലാസ്സുകളിൽ നമുക്ക് അതൊന്നും അല്ല നമ്മൾ പറയുന്നത്. കാര്യം നമുക്ക് വിജയിക്കാനുള്ള കാര്യങ്ങളാണ്. ഇന്നലെ വരെ, ഇത്രയും നാൾ വരെ നമ്മൾ കേട്ട കാര്യങ്ങളൊന്നും നമുക്ക് വിജയിക്കാനുള്ളതായിരുന്നില്ല. അതാണ് സത്യം അല്ലെ. ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു, കൂട്ടത്തിൽ നമ്മളും ചെയ്തു പോകുന്നു. പക്ഷെ RCMൽ വന്ന് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് നമുക്ക് ഓരോരുത്തർക്കും വിജയിക്കാനുള്ള വിജയമന്ത്രങ്ങളാണ് RCM ക്ലാസ്സുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തി എടുക്കുകയാണ് RCMന്റെ ക്ലാസ്സുകൾ. ഇന്നലെ വരെ കാണാത്ത, എനിക്കറിയാം 17 വർഷം എഡ്യൂക്കേഷൻ ഫീൽഡിൽ നിന്ന് ഞാൻ, ഇപ്പോൾ MPhil വരെ എടുക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം എന്താണ്, +1 +2 +2 എല്ലാം ഞങ്ങളുടെ കാലത്ത് പ്രീ ഡിഗ്രിയാണ്. അപ്പോൾ പ്രീ ഡിഗ്രി ശേഷം ഡിഗ്രി, MA ശേഷം MPhil. അപ്പോ 10 വർഷം നമ്മൾ സ്കൂളിൽ പഠിക്കുന്നു. അപ്പൊ ഈ 17 വർഷം പഠിച്ചിട്ടും, 17 അല്ല 18 വർഷം പഠിച്ചിട്ടും ആ വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടാത്ത ഒരുപാട് മൂല്യങ്ങൾ ഇന്ന് RCMലൂടെ കിട്ടുന്നു. ഒരുപാട് കാര്യങ്ങൾ ആവശ്യമില്ലാത്തതൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ പഠിച്ചതൊന്നും കൊണ്ട് ജീവിതത്തിൽ പ്രയോജനപ്പെട്ടിട്ടേ ഇല്ല. എന്തിന്, യഥാർത്ഥ ആരോഗ്യം എന്താണെന്ന് പോലും പഠിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് RCMൽ വന്നപ്പോഴാണ്, RCMലെ ഈ യുണീക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെയാണ് യഥാർത്ഥ ആരോഗ്യം എന്താണെന്നും ആ ആരോഗ്യം നിലനിർത്താൻ എന്തൊക്കെ ചെയ്യണമെന്നും നമ്മൾ ഓരോരുത്തരും പഠിക്കുന്നു. എന്തൊക്കെ നമ്മുടെ ശരീരത്തിന് ദിവസവും കൊടുക്കണം, എന്തൊക്കെ കൊടുക്കരുത്, എത്ര അളവിൽ കൊടുക്കണം. അപ്പൊ ഇതൊക്കെ പഠിച്ചത് ഇന്ന് RCMൽ വന്നതിലൂടെയാണ്. അതിന് ഈശ്വരനോട് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയാണ്. ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നുവല്ലോ, അത് ഈശ്വര നിയോഗം ഉള്ളത് കൊണ്ട്. അപ്പോ യുണീക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ത്രിദിനം അറ്റൻഡ് ചെയ്യുന്നതും നമ്മളിത് സംഘടിപ്പിക്കുന്നതും. എല്ലാവരും എത്ര സന്തോഷത്തിലാണ് ആ 3 ദിവസം നമ്മൾ കഴിച്ചു കൂട്ടുന്നത്. കാരണം എല്ലാവരും പറഞ്ഞു,
ഇത് കഴിഞ്ഞപ്പോൾ അയ്യോ കഴിഞ്ഞല്ലോ, കാര്യം ആ 3 ദിവസം ഒരു സന്തോഷമായിരുന്നു. ആ ക്ലാസ് ഉണ്ട്, അപ്പൊ 6 മണിക്ക് അവിടെ എത്തണം, അപ്പൊ ആ ജോലിയെല്ലാം ഒതുക്കി അവർ ഉത്സാഹത്തോടെയാണ് വരുന്നത്. അല്ലാതെ വരണമല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല അവർ വന്നത്. ഈ ഞങ്ങൾക്ക് പോണം, ആ സന്തോഷത്തോടെയാണ് അവരെല്ലാവരും വന്നത്. ക്ലാസ് കഴിഞ്ഞപ്പോ പറഞ്ഞത് അയ്യോ ഇനിയിപ്പോ നാളെ ഇതും പറഞ്ഞ് വരാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരത്രയ്ക്കും സന്തോഷത്തോടെയാണ് വന്നിരുന്നത്. ആ 3 ദിവസം ആ ഒരേ ഉത്സാഹം, അതായത് സമയം പോയത് അറിഞ്ഞില്ല പലരും പറഞ്ഞു. അപ്പൊ അതിനർത്ഥം എന്താണ്? അവരത് ആസ്വദിച്ചാണ് ഇരുന്നത്. അവരുടെ മുഖത്ത് അത് കാണുമ്പോൾ അറിയാം, ആസ്വദിച്ചാണ് അവരത് കേട്ടതും അവരിനി അത് പ്രാവർത്തികമാക്കുന്നതും. അടുത്ത പോയിന്റ്, നമ്മുടെ സ്ലൈഡ് അതോടുകൂടി കഴിഞ്ഞു. ഇനി ഒരു പോയിന്റ്, ഒരു 4 പോയിന്റ് കൂടി നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അടുത്ത പോയിന്റ് ആണ് യുണൈറ്റഡ് മെമ്പേഴ്സ്. നമുക്കറിയാം RCM ഒരു ടീം വർക്കാണ്, അല്ലെ? ഒരു ടീം ബിസിനസ് ആണ്. അപ്പൊ നമ്മൾ ആ ടീമിനെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്നതിലാണ് നമ്മുടെ കഴിവ്. നമ്മുടെ ലീഡേഴ്സ് ഒക്കെ ചെയ്യുന്നത് നമുക്കറിയാം, അല്ലെ? അവർക്കൊക്കെ ടീം എവിടെയൊക്കെ ഉണ്ട്, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ടീമാണ് എല്ലാവർക്കും. പക്ഷെ ഈ ടീമിനെ അവരൊരുമിച്ച് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ത്രിദിനം എന്ന് പറയുമ്പോൾ നമ്മുടെ ടീമും തൊട്ടടുത്തൊന്നും അല്ലല്ലോ ഉണ്ടാകുക, പല പല സ്ഥലങ്ങളിലായിരിക്കും, അല്ല 5 കിലോമീറ്റർ 6 കിലോമീറ്റർ 10 കിലോമീറ്റർ ചുറ്റളവിലൊക്കെയാണ് നമ്മുടെ ടീം മെമ്പേഴ്സ് ഉള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ത്രിദിനം എന്ന് പറയുമ്പോൾ അവരെല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഒത്തുകൂടുന്നു. അപ്പൊ അവർക്ക് തമ്മിൽ കാണാനും അവർ സന്തോഷം പങ്കിടാനും, അപ്പൊ ടീമിനെ ഒന്നിച്ച് നിർത്താൻ, ഒരു യൂണിറ്റി കൊണ്ടുവരാൻ നമുക്ക് ഈ ത്രിദിനം കൊണ്ട് സാധിക്കുന്നു. എല്ലാവരും ഒത്തൊരുമിച്ച് അവരുടെ വിശേഷങ്ങളൊക്കെ പറയുന്നു. ആ കുറച്ച് സമയമാണ് അവർക്ക് കിട്ടിയതെങ്കിലും അവര് ആ വിശേഷങ്ങളൊക്കെ പങ്കിടുന്നു. അപ്പോൾ അത് ഈ ത്രിദിനം കൊണ്ട് നമുക്ക് നമ്മുടെ ടീമിനെ ഒന്ന് ഒത്തൊരുമയോടെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നു. അതാണ് യുണൈറ്റഡ് മെമ്പേഴ്സ്. മെമ്പേഴ്സിന്റെ ഇടയിലുള്ള ഒരു യൂണിറ്റി, അത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സഹോദരങ്ങളാണ്, RCM ചെയ്യുന്ന എല്ലാവരും നമ്മൾ സഹോദരങ്ങളാണ്. അപ്പൊ നമുക്ക് ആ ഒരു സാഹോദര്യ തുല്യത്തോട് വേണം നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകാനായിട്ട്. അടുത്തത് ഇൻസ്പയറിംഗ് ആൻഡ് മോട്ടിവേഷണൽ. RCM ബിസിനസ്സിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന എപ്പോഴും നമുക്ക് ഇൻസ്പിറേഷൻ, അല്ലെ, മോട്ടിവേഷൻ. നമ്മൾ ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ പാസ്സാകാനായിട്ട്, അപ്പോൾ സ്കൂൾ ടൈമിലായിക്കോട്ടെ കോളേജ് ടൈമിലായിക്കോട്ടെ, നമുക്ക് അത്ര വലിയ ഇൻസ്പിറേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. അതായത് അന്നുള്ള പാഠങ്ങൾ നമ്മൾ പഠിക്കുന്നു, എക്സാം വരുമ്പോൾ അത് കാണാതെ പഠിച്ച് നമ്മൾ പോയി അവിടെ തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറയുന്നത് പോലെ എഴുതി വെക്കുന്നു. ആരാണോ കൂടുതൽ എഴുതിയത്, ആരാണോ നല്ല പോലെ എഴുതിയത്, അവർക്ക് മാർക്ക് കിട്ടുന്നു, പാസ്സാകുന്നു, പിന്നെ ഒരു ജോലിയിലേക്ക് പോകുന്നു. അപ്പോ ജോലിക്ക് വേണ്ടിയാണ് നമ്മളെല്ലാം പഠിച്ചത്. എന്തിനു പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതൊരു കുട്ടിയും പറയും, ഞാൻ ജോലിക്ക് വേണ്ടി, എനിക്കൊരു ജോലി വേണം, എനിക്ക് ഇന്നതാകണം. ചെറുപ്പകാലത്തൊക്കെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെയാണ്. തുടക്കം എന്താണെന്ന്, സ്വപ്നം എന്താണെന്ന് അറിയാഞ്ഞ കാലത്ത് നമുക്ക് സ്വപ്നം ഉണ്ടായിരുന്നു. ഒരു കൊച്ചുകുട്ടിയോട് ചോദിച്ചാൽ എനിക്ക് പൈലറ്റ് ആകണം, എനിക്ക് ഡോക്ടർ ആകണം, എനിക്ക് എഞ്ചിനീയർ ആകണം എന്നൊക്കെ പറയും. കാര്യം അവൻ അതിന്റെ കാര്യമൊന്നും അറിയില്ല. അവന് TV സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങളാണ് ആ പറയുന്നത്, പൈലറ്റ് ആകണം, ഡോക്ടർ ആകണം. പക്ഷേ വളർന്നു വളർന്നു വരുമ്പോ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിയുമ്പോൾ അവന് മനസ്സിലായി, അവന് ഡോക്ടർ ആകാനും പറ്റില്ല, അവന് പൈലറ്റ് ആകാനും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആ ഹോസ്പിറ്റലിലെ മരുന്ന് എടുത്തു കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കമ്പൗണ്ടർ എങ്കിലും അവന് ആയാൽ മതി. കാര്യം അവന്റെ സ്വപ്നമെല്ലാം മരവിച്ചു. കാര്യം ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. പഠിച്ച എല്ലാവർക്കും ഒന്നും ജോലി ലഭിക്കില്ല. ഇനി ജോലി ലഭിച്ചാൽ തന്നെയോ ഒരു വരുമാനം കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ സ്വപ്നങ്ങളൊന്നും പൂവണിക്കാൻ ആ ജോലി കൊണ്ട് സാധ്യമല്ല. അപ്പോ നമുക്ക് ഇന്ന് RCM വന്നപ്പോഴാണ് നമുക്കിങ്ങനെ എവിടെ വരെ നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതെല്ലാം നമുക്ക് നടക്കും എന്ന് വരുന്ന ക്ലാസ്സുകൾ നമുക്ക് കിട്ടി. നമ്മുടെ ലീഡേഴ്സിന്റെ, മഹാരഥന്മാരായ ലീഡേഴ്സിന്റെ ക്ലാസ്സുകൾ നമുക്ക് കിട്ടിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമുക്ക് എവിടെയും എത്തിച്ചേരാം. അപ്പോ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കേട്ടാൽ മാത്രമേ നമുക്ക് ഇത് സാധിക്കൂ. കാര്യം ഇന്നലെ വരെ നമ്മൾ ഇതൊന്നും കേട്ടിട്ടില്ല. എങ്ങനെ രാവിലെ പോയി എങ്ങനെ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് വൈകുന്നേരത്തെ ജോലി എങ്ങനെ ചെയ്ത് തീർക്കണം, എങ്ങനെ എനിക്കൊന്ന് കിടന്നുറങ്ങണം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള സ്വപ്നം, അല്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഓരോ വീട്ടമ്മമാരും ആഗ്രഹിക്കുന്നത് രാവിലെ എന്ത് ചെയ്യണം, രാവിലെ എന്താണ് രാവിലത്തെ പലഹാരം, ഇത് മാത്രമാണ് അവരുടെ ചിന്ത. അല്ലാതെ ഞാൻ എഴുന്നേറ്റ് എന്റെ സ്വപ്നം പൂവണിയിക്കാനായിട്ട് എനിക്ക് ക്ലാസ്സിന് പോകണം, എനിക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം, എനിക്ക് ഹോം മീറ്റിംഗ് ചെയ്യണം എന്ന ചിന്തയൊക്കെ വന്നത് ഇന്ന് RCM വന്നതിന് ശേഷമാണ്.
അതിനു മുമ്പ് വരെ രാവിലെ എന്തുണ്ടാക്കണം എന്ന് പറഞ്ഞ് തന്നെയാണ് ഞാനടക്കമുള്ള വീട്ടമ്മമാര് എഴുന്നേറ്റ് വന്നിട്ടുള്ളത്. അപ്പോ RCMന്റെ ക്ലാസ്സുകളും RCMന്റെ പ്രചോദനങ്ങളായ വാക്കുകളും ലീഡേഴ്സിന്റെ വാക്കുകളുമാണ് നമുക്ക് മുന്നോട്ട് പോകാനും നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനും നമുക്ക് സാധിക്കുന്നത്. അത് ത്രിദിന കോഴ്സിലൂടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ത്രിദിന കോഴ്സിൽ വന്നപ്പോഴാണ് പലർക്കും അവർക്ക് സ്വപ്നങ്ങളുണ്ടോ എന്ന് പോലും മനസ്സിലായി. അപ്പോ ആ ത്രിദിന കോഴ്സിൽ നിന്ന് കിട്ടുന്ന ഇൻസ്പിറേഷനും മോട്ടിവേഷനും ചെറുതൊന്നുമല്ല അവരെ മാറ്റിമറിക്കാൻ പര്യാപ്തമാകുന്നത്. അടുത്തത് പ്രൊഫഷണൽ ഇന്റിമസി. RCM ഒരു പ്രൊഫഷനായിട്ട് വേണം നമ്മൾ ഏറ്റെടുക്കാൻ. അതായത് RCM കൂലിപ്പണി എന്നല്ല. സജീവ് സാർ എപ്പോഴും പറയാറുണ്ട്, RCM കൂലിപ്പണി എന്നല്ല നമ്മൾ സൈറ്റിൽ നോക്കുമ്പോൾ RCM ബിസിനസ്. അപ്പോ കൂലിപ്പണിയുടെ മെന്റാലിറ്റിയോടല്ല, ഒരു കൂലിപ്പണിക്കാരന്റെ മെന്റാലിറ്റിയോടല്ല നമ്മൾ ഒരിക്കലും RCM ചെയ്യേണ്ടത്. RCM എപ്പോഴും ഒരു പ്രൊഫഷണൽ ആയിട്ട് വേണം ചെയ്യാൻ. അതായത് നമ്മുടെ നോക്കിലും നമ്മുടെ വാക്കിലും നമ്മുടെ നടത്തത്തിലും നമ്മുടെ ഭാവത്തിലും നമ്മുടെ സംസാര രീതിയിലും ഒരു പ്രൊഫഷണലിസം നമ്മൾ കൊണ്ടുവരണം. നമ്മുടെ വേഷത്തിൽ, അതായത് നമ്മൾ ഇന്നലെ വരെ എന്താണോ അത് ഇതിന് ബാധകമല്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്. പക്ഷേ RCMൽ വന്നതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? RCMൽ വന്നാൽ RCMന്റെ ഒരു പ്രൊഫഷണലിസം നമ്മൾ കാണിച്ചേ പറ്റൂ. നമ്മുടെ ലീഡർമാർ എന്താണോ കാണിച്ചു തരുന്നത്, അവരെങ്ങനെയാണോ ഒരു പ്രോഗ്രാമിന് വരുന്നത്, അവരുടെ ആ പ്രൊഫഷണലിസം നമ്മൾ കണ്ടിട്ടില്ലേ? അത് തന്നെ വേണം നമ്മൾ ഫോളോ ചെയ്യാൻ. ഒരു പ്രൊഡക്റ്റുമായിട്ട് പുറത്തോട്ട് പോകുമ്പോൾ പോലും ആ പ്രൊഫഷണലിസം നമ്മൾ കാണിച്ചേ പറ്റൂ. അപ്പോ പ്രൊഫഷണൽ ഇന്റിമസി ത്രിദിനത്തിനായിക്കോട്ടെ നമ്മൾ വരുമ്പോൾ നമ്മുടെ ആ ഒരു നോട്ടത്തിലും ആ ഭാവത്തിലും ഒക്കെ ആ ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരണം. അപ്പോ RCM ചെയ്യുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, എവിടെ പോയാലും നമുക്ക് ടാഗ് വേണം, നമുക്ക് കോട്ട് വേണം. കോട്ട് ഒരു പരിധി വരെ ഇപ്പൊ സജീവ് സാറ്, അതായത് സ്റ്റാർ എമറാൾഡ് സജീവ് കുമാർ സാറ് പറയുമായിരുന്നു, ഞങ്ങളൊക്കെ ഓപ്പണർ ആയപ്പോ കോട്ടിട്ടു. അപ്പൊ ഞാനും അത് കേട്ടു, ഞാനും ഓപ്പണർ ആയപ്പോ കോട്ടിട്ടു. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ഓപ്പണറിൽ നിൽക്കുമ്പോൾ നമ്മൾ കോട്ടിടുമ്പോ നമ്മുടെ മെന്റാലിറ്റി സ്റ്റാറിൻ്റെതാണ്. സ്റ്റാർ ആയിട്ടില്ല, പക്ഷേ നമ്മുടെ മെന്റാലിറ്റി എപ്പോഴും അതിനേക്കാൾ ഉയർന്ന പദവിയാണ്. അപ്പോൾ മെന്റാലിറ്റി സ്റ്റാറിൻ്റെതായി. സ്റ്റാറിൽ നിൽക്കുമ്പോൾ നമ്മുടെ മെന്റാലിറ്റി എന്താകണം? റോയൽറ്റി ആകണം. റോയൽറ്റിയിൽ നിൽക്കുമ്പോഴോ ടെക്നിക്കലാകണം. അപ്പൊ നമ്മുടെ മെന്റാലിറ്റി നമ്മൾ ഉയർത്തിക്കൊണ്ടേ ഇരിക്കണം. ഒരു പ്രൊഫഷണലിസം നമ്മൾ ഈ ബിസിനസ്സിൽ കൊണ്ടുവരണം. നമ്മൾ വിചാരിക്കും, അല്ലെങ്കിൽ പുറത്തുള്ളവർ വിചാരിക്കും നമുക്ക് RCM അറിയാം, പക്ഷെ പുറത്തുള്ളവർക്ക് അറിയില്ല. അവര് കാണുന്ന ഉപ്പുമുളകും മല്ലിയുമാണ്. ഈ ഉപ്പുമുളകും മല്ലിയിൽ ഇത്ര വലിയൊരു ബിസിനസ് ഉണ്ടോ എന്ന് അവർക്കറിയില്ല. അപ്പൊ കാണിച്ചു കൊടുക്കേണ്ടത് ആരാ? നമ്മളാണ്. നമ്മൾ അവരെ കാണിച്ചു കൊടുക്കണം. അത് നമ്മുടെ വേഷത്തിലും നമ്മുടെ ഭാവത്തിലും നമ്മൾ ആ പ്രൊഫഷണലിസം കൊണ്ടുവരണം. അപ്പൊ അതിനാണ് അത് പ്രൊഫഷണൽ ഇന്റിമസി എന്ന് പറയുമ്പോൾ നമുക്ക് പരസ്പരം ഇനി ലീഡേഴ്സിനോടും നമുക്കൊരു ഇന്റിമസി ഉണ്ട്, അല്ലെ? അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അത് RCMൽ കാണുന്ന മാത്രം ഒരു പ്രത്യേകതയാണ്. കൂടെ വരുന്ന എല്ലാവരെയും കൂട്ടിയിണക്കി, കൂടെ വരുന്നവനെ ഉയർത്തി, അവനെ ഉയർത്താൻ വേണ്ടി ഏതറ്റം വരെ. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ആലപ്പുഴയിൽ വന്ന് ഓരോ ലീഡേഴ്സും അവരെത്ര ബുദ്ധിമുട്ടിയാണ് ആലപ്പുഴയിൽ വരുന്നതെന്നുള്ളത് എനിക്കറിയാം, ടീം അംഗങ്ങൾക്കും അറിയാം. അപ്പൊ അവരെത്ര ബുദ്ധിമുട്ടിയാണ് ഓരോ പ്രാവശ്യവും ഇത്രയും ദൂരം വന്ന് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ലീഡേഴ്സിനോടുണ്ട് നമുക്ക് പ്രൊഫഷണൽ ഇന്റിമസി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനോടുണ്ട്, നമ്മുടെ ഓരോ ക്ലാസ്സുകളിനോടുണ്ട്, നമ്മുടെ ലീഡേഴ്സിനോടുണ്ട്, നമ്മുടെ ഈ സിസ്റ്റത്തിനോടുണ്ട്. എല്ലാം ഒരു ഇന്റിമസി ഉണ്ട് നമുക്ക്. നമ്മൾ എന്താ പറയുക, ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. RCM എന്ന് പറയുമ്പോൾ ഫാമിലി ബിസിനസ്സാണ്. RCM ഒരു ഫാമിലിയാണ്. അപ്പൊ നമുക്ക് എല്ലാത്തിനോടും ഒരു അറ്റാച്ച്മെന്റ് വേണം, ഒരു ഇന്റിമസി വേണം. അപ്പോഴാണ് നമുക്ക് ഒരുമിച്ച് ഉയരാൻ പറ്റുന്നത്. എനിക്ക് മാത്രം വിജയിക്കണമെന്നല്ല ഒരാളും ആഗ്രഹിക്കുന്നത്. എൻ്റെ ടീമിനെ എത്രയും പെട്ടെന്ന് ഉയർത്തണം. എൻ്റെ ടീമിൽ ഇത്ര സ്റ്റാറിനെ കൊണ്ടുവരണം, എൻ്റെ ടീമിൽ ഇത്ര റോയൽറ്റിയെ കൊണ്ടുവരണം. ഇതാണ് ഒരു ലീഡറിന്റെ ചിന്താഗതി. അപ്പോ എല്ലാവരെയും ഉയർത്തി ഞാനും ഉയരും. എത്ര നല്ലൊരു സിസ്റ്റമാണ് അല്ലെ? ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു എന്താ പറയാ, ഒരു മാജിക്കാണ് RCM.
RCMനെ മനസ്സിലാക്കാനൊന്നും എന്നെ പോലെയുള്ള എന്താ പറയാ, ഞാൻ ഇന്നും ഒരു ശിശുവാണ്. അപ്പോൾ എനിക്കൊന്നും ആയിട്ടില്ല, ആയിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇതൊരു സമുദ്രമാണ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ ഇന്റിമസി നമ്മൾ RCM ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക. മാത്രമല്ല, അടുത്തത് ഡ്രീം മേക്കേഴ്സ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പോയിന്റാണ് ഡ്രീം മേക്കേഴ്സ്. നമ്മൾ പറഞ്ഞു എല്ലാവരും ജോലിക്ക് പോകുന്നു, എല്ലാവരും ജോലിക്കാരാ, ആർക്കും ഒന്നും കേൾക്കാൻ സമയമില്ല. ജോലിക്ക് പോകണം, ജോലിക്ക് പോകണം, ജോലിക്ക് പോകണം. ഈ ജോലി കൊണ്ട്, ഈ എന്ത് ജോലി കൊണ്ടും, ഞാനും ഒരു ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്, എന്ത് ജോലി കൊണ്ടും നമ്മൾ ചെയ്യുന്നത് നമുക്കൊരു വരുമാനം കിട്ടും. ജോലി ചെയ്താൽ വരുമാനം കിട്ടും. പക്ഷേ RCM ചെയ്താൽ നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിക്കാൻ സാധിക്കും. ജോലി കൊണ്ട് സ്വപ്നം ഒന്നും പൂവണിക്കാൻ സാധിക്കില്ല. ജോലി കൊണ്ട് ഒരു വരുമാനം നേടാൻ മാത്രം സാധിക്കും. അപ്പോ RCM ചെയ്താൽ നമുക്ക് സ്വപ്നങ്ങൾ പൂവണിക്കാൻ സാധിക്കും. എല്ലാ വ്യക്തികൾക്കും ഈ ത്രിദിന ഈവനിങ് കോഴ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ്, ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്, സാധാരണക്കാരായ ഒരു വ്യക്തിയോട് നമ്മൾ സ്വപ്നം ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് അടി കിട്ടും. എന്താണെന്ന് അറിയോ? സ്വപ്നമോ? എങ്ങനെയെങ്കിലും രാവിലെ പോകണം, വൈകുന്നേരം വീട്ടിൽ കയറണം, അന്നെന്നുള്ള കാര്യങ്ങൾ കഴിയണം. ഇതാണ് സാധാരണക്കാരന്റെ സ്വപ്നം. അപ്പൊ ആ വ്യക്തിയോട് നമ്മൾ ചോദിക്കുന്നു, ചേട്ടന്റെ സ്വപ്നം, ജീവിത അഭിലാഷം എന്താണ്? എന്താണ് ജീവിത സ്വപ്നം എന്ന് ചോദിച്ചാൽ എന്താ പറയുക എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ RCMൽ വന്ന ഓരോ വ്യക്തിയോടും നമ്മൾ സ്വപ്നങ്ങൾ എഴുതാൻ പറയും. ആദ്യം അവർക്കൊരു ചമ്മല, സ്വപ്നം എഴുതുകയോ? സ്വപ്നം കാണാൻ പോലും ഇന്ന് സാധാരണക്കാരന് സാധിക്കുന്നില്ല. അവന് പേടിയാ. അവൻ എങ്ങനെ ഒരു സ്വപ്നം കാണും? അവന് സ്വപ്നം കാണാൻ, അവന്റെ സമൂഹത്തിന്റെ അവസ്ഥ അങ്ങനെയാ. അവനൊരു സ്വപ്നം കാണാനുള്ള എന്താ പറയാ, മാനസിക അവസ്ഥയിലല്ല ഓരോ വ്യക്തി. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കൊണ്ട് RCMൽ വന്നതിന് ശേഷം ലീഡേഴ്സ് പറയുന്നു, സ്വപ്നങ്ങൾ എഴുതി വെക്കൂ. ആദ്യം ഞാനും ചിരിച്ചു കേട്ടോ. സ്വപ്നം എഴുതി വെക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നു. ഇനിയിപ്പോ സ്വപ്നം ഉണ്ടെങ്കിൽ പോലും അത് എഴുതി വെക്കില്ല. സ്വപ്നം ഒക്കെ ഉള്ളിലുണ്ട്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായല്ല, ഇതിലൊരു കാര്യമുണ്ട്. ഇത് എഴുതി വെക്കുന്നത്, അത് അതിന്റെ ശരിയാണ്, ബ്രെയിനിൽ പതിപ്പിക്കണം. അപ്പൊ അത് എഴുതി വെച്ചേ പറ്റൂ. എഴുതി വെച്ച് നമ്മളെ കൊണ്ടത് വായിപ്പിക്കുന്നു. ആഹാ, എന്തൊരു സുന്ദരമായ ഒരു അല്ലെ സിസ്റ്റം. അപ്പൊ സ്വപ്നങ്ങൾ എഴുതി വെക്കുകയും അത് അവനവനെ കൊണ്ട് വായിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവന്റെ ബ്രെയിനിൽ അത് പതിയുന്നു. പിന്നെ അവൻ ആ സ്വപ്നത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ആ സ്വപ്നത്തിലേക്ക് നടന്നടുക്കാൻ അവൻ വെമ്പൽ കൊള്ളുകയാണ്. അപ്പൊ ത്രിദിന ഈവനിങ് കോഴ്സില് ഫസ്റ്റ് ഡേയില് ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ 10 സ്വപ്നങ്ങൾ നാളെ വരുമ്പോൾ എഴുതിക്കൊണ്ടുവരണം. 10 പറഞ്ഞാൽ 5 സ്വപ്നമെങ്കിലും അവര് എഴുതും, ഉറപ്പാണ്. അപ്പൊ ഇത് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ആദ്യം ഒന്ന് ചിരിച്ചു. ഇത് ആദ്യം കേൾക്കുന്നവരും ഉണ്ട് കേട്ടോ ആ കൂട്ടത്തിൽ. അപ്പൊ അവരൊന്ന് ചിരിച്ചു. ഞാൻ പറഞ്ഞു, ചിരിക്കും, ഞാനും ഇതുപോലെ ചിരിച്ച വ്യക്തിയാ. പക്ഷെ ഇന്ന് ഞാൻ എന്റെ സ്വപ്നം എഴുതി വെച്ചത് കൊണ്ടാണ് ഞാൻ RCMൽ സ്റ്റാർ പ്ലാറ്റിനം ആയത്. അപ്പൊ നിങ്ങളും എഴുതി വെക്കണം. ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ എഴുതിപ്പിക്കുന്നത്. അപ്പൊ അവർക്ക് ബോധ്യപ്പെട്ടു. അടുത്ത ദിവസം വന്നപ്പോ എല്ലാവരും സ്വപ്നം എഴുതിയിട്ടുണ്ട്. 10 എണ്ണം എഴുതിയില്ലെങ്കിലും അവർ 5 എണ്ണമെങ്കിലും അവരെഴുതിയിട്ടുണ്ട്. അവരെ കൊണ്ട് വായിപ്പിക്കുക. അപ്പൊ വായിപ്പിക്കുമ്പോ ഇന്ന് വരെ ഇങ്ങനെ ഒരു സിസ്റ്റം, ഇങ്ങനെ ഇവര് ഇതുവരെ പറയില്ലേ, സ്വപ്നം കാണാൻ പോലും പേടിച്ചിരുന്ന വ്യക്തികൾ സ്വപ്നം എഴുതുകയാണ്. എഴുതി അവർ അടുത്ത ദിവസം വായിക്കുകയാണ്. അപ്പൊ വായിച്ചപ്പോ എന്താ, അവരുടെ ബ്രെയിനിൽ അത് പതിയുന്നു. ഇനി ഈ സ്വപ്നം എങ്ങനെയാ പൂവണിക്കുക? ഈ സ്വപ്നം പൂവണിക്കാനാണ് ഈ സിസ്റ്റം. ഇതിനു വേണ്ടിയാണ് ഈ ക്ലാസ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ സ്വപ്നം അവർ എഴുതുന്നു, അവരെ കൊണ്ട് വായിപ്പിക്കുന്നു. ആ സ്വപ്നം എങ്ങനെ പൂവണിയാം എന്നാണ് നമ്മൾ ഈ 3 ദിവസം കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ സ്വപ്നം പൂവണിക്കാനുള്ള മാർഗവും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവരെല്ലാവരും സ്വപ്നങ്ങൾ എഴുതി. ഞാൻ പറഞ്ഞു, ഈ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കും. എങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തിനോട് ചേർന്ന് നിൽക്കുക. അതായത് എനിക്ക് വിജയിക്കണം. വിജയിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അല്ലെ? എന്തൊക്കെ? നമ്മൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം, പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം, ഹോം മീറ്റിങ്ങുകൾ നടത്തണം, ഹോം ഷോപ്പുകൾ നടത്തണം, ടാർഗറ്റുകൾ ഏറ്റെടുക്കണം, ഡയമണ്ടുകൾ ചെയ്യണം, ലീഡേഴ്സിനെ ഫോളോ ചെയ്യണം. അന്ധമായി ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ്, കെയറിങ് ആയിട്ടുള്ള അപ്ലൈൻ ലീഡേഴ്സിനെ അന്ധമായി നമ്മൾ അനുകരിക്കുക. അവരെന്താണോ പറയുന്നത് അത് നമ്മൾ ഫോളോ ചെയ്താൽ മാത്രം മതി. ഇത്രയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. ചെയ്താൽ ഈ സ്വപ്നം നമുക്ക് പൂവണിയിക്കാൻ സാധിക്കും. അപ്പൊ അവരെല്ലാവരും ഓക്കെ.
ഞങ്ങൾ എന്തായാലും ഇത് ചെയ്തിരിക്കും എന്ന് പറഞ്ഞാണ് ത്രിദിനം കഴിഞ്ഞ് പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ത്രിദിനം കഴിഞ്ഞ് ഈ 10 പോയിന്റ് എല്ലാവരും എഴുതി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ ത്രിദിനം കഴിയുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കും എന്താണ് ഇതിന്റെ. ത്രിദിനം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ഇവരൊക്കെ ഈ 3 ദിവസം ഈ ക്ലാസ്സുകൾ കേട്ടിരുന്നു, അവര് എല്ലാം എഴുതിയെടുത്തു, നോട്ട്സ് എല്ലാം അവർ എഴുതിയെടുക്കുന്നുണ്ട്, അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അവർ പറയുന്നുണ്ട്, എല്ലാം അവർക്ക് എന്താ പറയാ, അവർ പറഞ്ഞു 3 ദിവസം കഴിഞ്ഞപ്പോൾ അയ്യോ ഇത് കഴിഞ്ഞു പോയല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു അവർക്ക്. അപ്പൊ അവർക്ക് അത് എൻജോയ് ചെയ്ത് അവർ കേട്ടിരുന്നു. 3-ാം ദിവസം വരില്ല എന്ന് പറഞ്ഞവർ പോലും അവര് വന്നു. അതെന്തുകൊണ്ടാ? അപ്പൊ അവര് പറഞ്ഞു, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നോട് പറഞ്ഞു, മാഡം എനിക്ക് 3-ാമത്തെ ദിവസം വരാൻ പറ്റില്ല കേട്ടോ, 2 ദിവസം വരാൻ പറ്റുള്ളൂ. ഓക്കെ, ശരി, പുതിയൊരു വ്യക്തിയാണ്, അപ്പൊ ശരി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നോക്കി 3-ാമത്തെ ദിവസം ഏറ്റവും ആദ്യം ഓടി വരുന്നത് അവരാ. അപ്പൊ അതെന്താണെന്ന് അറിയോ? കാരണം അവർക്ക് 3-ാമത്തെ ദിവസവും ആ മീറ്റിങ്ങിൽ പങ്കെടുക്കണമെന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്കൊരു തടസ്സമായി നിന്ന ഒരു കാര്യം അത് സ്വമേധയാ മാറിക്കിട്ടി. അപ്പൊ അവർക്ക് ഈ ക്ലാസ്സിൽ വരാൻ പറ്റി. ഇത് തന്നെയാണ് സുഹൃത്തുക്കളെ RCMൽ നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് അതിയായ ആഗ്രഹമുണ്ടോ? അതിയായ ആഗ്രഹം നമുക്ക് എന്തിനോടാണുള്ളത്? നമുക്ക് എന്തിനോടാണ് പ്രണയം? നമുക്ക് RCMനോടാണോ? നമുക്ക് RCMൽ വിജയിക്കണമെന്ന അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അതിനു വേണ്ടി തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും മാറിക്കിട്ടും. ഇതൊരു പ്രകൃതി നിയമമാണ്, ഇതിൽ യാതൊരു മാറ്റവുമില്ല. പക്ഷേ പ്രയോറിറ്റി RCMന് കൊടുക്കണം, അത് നിർബന്ധം. പ്രയോറിറ്റി RCMന് കൊടുത്തേ പറ്റൂ. RCMന്റെ പ്രോഗ്രാമും RCMന്റെ ത്രിദിന കോഴ്സും RCMന്റെ മീറ്റിങ്ങുകളും പറയുമ്പോൾ ഓരോ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, അതായത് ഈ തടസ്സവാദങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയോ? കുഞ്ഞമ്മയുടെ മകന്റെ മരുമോൻ വയ്യ, കേട്ടോളണം കേട്ടോ. ഓരോ പോകേണ്ട കാര്യങ്ങൾ അത്യാവശ്യം അവർക്ക്, അതായത് എന്താ പറയാ, ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് എന്നൊക്കെ പറയും, അതായത് അമ്മുമ്മയുടെ മരുമകളുടെ ബന്ധത്തിലുള്ള ഒരാൾക്ക് വയ്യ, അത്യാവശ്യമാണ് പോണം, അല്ല അവിടെ ഒരു മരിപ്പ്, ഇങ്ങനെയുള്ള അനാവശ്യ കാര്യങ്ങൾ, ആവശ്യമായ കാര്യങ്ങളുണ്ട്, അത് നമുക്കറിയാം. പിന്നെ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കണമെന്ന് പറയും പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ. എന്തിനാണ് സ്വിച്ച് ഓഫ് ചെയ്തിരുന്നാൽ ആ 2.5 മണിക്കൂറുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിയില്ല. കാര്യം നമുക്ക് ഇതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. അത് പറഞ്ഞാലും പലരും അത് ചെയ്യില്ല. അപ്പൊ ചെയ്യാതെ വരുമ്പോൾ എന്താണെന്ന് അറിയോ? ഇതിനിടയ്ക്ക് കാര്യങ്ങൾ, മെസ്സേജ് വരുന്നു, കോള് വരുന്നു, ഇതൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുക. കാര്യം ഇത് ഓപ്പണാണ്. അതിനാണ് ഇത് സ്വിച്ച് ഓഫ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടത് ആരുടെ ആവശ്യമാണ്? എൻ്റെ ആവശ്യമാണ്. ഞാൻ ഒരു പ്രോഗ്രാമിലും മൊബൈലിൽ ഓൺ ആക്കാറില്ല, സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. എത്ര അർജന്റ് ആണെങ്കിലും ഇത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും. അപ്പോൾ കഴിഞ്ഞിറങ്ങുമ്പോൾ കാണാം മൊബൈൽ നിറയെ ഇങ്ങനെ റെഡ് ലെറ്റർ കൊണ്ട് നിറഞ്ഞിരിക്കും. അത്രയും ഇടയ്ക്ക് വന്ന കോളുകളും മെസ്സേജുകളും. ഇതിന് ശേഷം മാത്രമേ എടുക്കാറുള്ളൂ. ഫസ്റ്റ് പ്രയോറിറ്റി RCMൽ കൊടുക്കണം. RCMന്റെ ഡ്രസ്സുകൾ മാത്രം ധരിക്കണം. RCMന്റെ ബുക്കും പേനയും ഉപയോഗിക്കണം. 100% പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. അത് നമ്മളൊരു എന്താ പറയാ, ഒരു പ്രതിജ്ഞയാക്കി നമ്മൾ എടുക്കുക. ഇപ്പൊ പ്രയോറിറ്റി RCMന് കൊടുക്കുമ്പോൾ RCMന്റെ ഉൽപ്പന്നങ്ങളെ നമ്മൾ എടുക്കുവോ? അല്ലെങ്കിൽ യാതൊരു തർക്കവും ഇല്ല. RCMന്റെ മീറ്റിംഗ് ഉണ്ടെങ്കിൽ അതിനുശേഷം മാത്രമേ മറ്റുള്ള കാര്യങ്ങൾക്ക് പോകൂ. നോക്കൂ, RCMന്റെ ഇതുണ്ടോ, പ്രോഗ്രാം ഉണ്ടോ, മീറ്റിംഗ് ഉണ്ടോ, എന്നാൽ ഇന്ന് മറ്റു കാര്യത്തിന് പോകുന്നില്ല. അപ്പോ RCM എന്തിന് ചെയ്യണം അല്ലെ? RCM എങ്ങനെ ചെയ്യണം? ചെയ്താലുള്ള ഗുണങ്ങൾ, എനിക്ക് വളരാം, എൻ്റെ ടീമിന് വളരാം, ഞാനും എൻ്റെ ടീമും വളരുമ്പോൾ എൻ്റെ സമൂഹം വളരും. സമൂഹത്തിന് ഒരാരോഗ്യം, മറ്റെന്ത് ബിസിനസ് ചെയ്താലും നമുക്കൊരാരോഗ്യ മേഖല, നമുക്കൊരാരോഗ്യം ഒരാൾക്ക് കൊടുക്കാനോ നമുക്ക് ആരോഗ്യം നേടാനോ സാധിക്കില്ല. ഒരു സ്കൂളിൽ ഒരു ടീച്ചറായിട്ട് പോകുമ്പോഴും എനിക്കറിയാം എനിക്ക് ആരോഗ്യം കിട്ടില്ല. ഇന്ന് 3.5 വർഷം 4 വർഷത്തിനോട് എടുക്കുന്നു. ഇത്രയും നാളും ഞാൻ RCMൽ അല്ലായിരുന്നെങ്കിൽ എനിക്കറിയാം ഞാൻ എത്ര രൂപ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കണമായിരുന്നു. പക്ഷെ ഇന്ന് ഈശ്വരനെ സാക്ഷിയാക്കി പറയുകയാണ്, ഇത്രയും നാളിനുള്ളിൽ എനിക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിട്ടില്ല. എനിക്ക് മാത്രമല്ല, മക്കളെ, ഹസ്ബൻഡ്, ആരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിട്ടില്ല. കാര്യം എന്തിന് സൊല്യൂഷൻ നമുക്കുണ്ടല്ലോ. പിന്നെ എന്തിന് നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പോകണം? ഒരു ചിക്കൻ ബോക്സ് പോലും എനിക്ക് വന്നിട്ടുണ്ട്, എല്ലാവർക്കും അറിയാൻ പറ്റും. എന്നിട്ട് പോലും ഞാനൊരു മെഡിസിൻ ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ പ്രൊഡക്റ്റ്,
ഡോക്ടർ രായൻ സാർ തന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് എല്ലാം ചെയ്തു. ഒരു 2-3 ആഴ്ച ഞാൻ റെസ്റ്റ് എടുത്തു, കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തു. എന്നിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു. അതെ, എൻ്റെ അസോസിയേഷൻ അറിയാം, ഇവിടെ എല്ലാ കാര്യങ്ങളും മുറപോലെ നടക്കുന്നുണ്ടായിരുന്നു, ട്രെയിനിങ് നടക്കുന്നുണ്ടായിരുന്നു, ഒരു പ്രോഗ്രാമിന് പോകുന്നുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. ഞാനിവിടെ മുറിയുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മുടെ പ്രൊഡക്റ്റിലുള്ള വിശ്വാസം. എല്ലാവരും ഇനി ആർക്കൊക്കെ ത്രിദിനം എടുക്കാം? അങ്ങനെ ഉണ്ടല്ലോ. ഇതിപ്പോ സ്റ്റാറുകാർക്ക് മാത്രമേ ത്രിദിനം എടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെയല്ല. എല്ലാവർക്കും ത്രിദിനം എടുക്കാം. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ലീഡർ ആകണോ, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എനിക്കൊരു ലീഡർ ആകണം, എനിക്ക് ആർസിയിൽ വിജയിക്കണമെന്ന് ആരാണോ ആഗ്രഹിക്കുന്നത്, ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആർക്കാണോ എത്രയും പെട്ടെന്ന് എനിക്കൊരു ലീഡർ ആകണമെന്ന് ആഗ്രഹമുണ്ടോ, നിങ്ങൾ ത്രിദിനം എടുത്തോളൂ. അല്ലാതെ ഈ കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമേ ത്രിദിനം എടുക്കാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ എല്ലാവരുടെ ആരാധ്യനായ റൂബി ഗിരീഷ് സാർ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഓപ്പണർ ലെവലിൽ നിന്നപ്പോ ത്രിദിനം എടുത്ത വ്യക്തിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കും, ഓപ്പണർ ലെവൽ നിന്നപ്പോ ത്രിദിനം എടുത്തു. കാരണം എന്താ? അദ്ദേഹത്തിന് വിജയിക്കണം, അദ്ദേഹത്തിന് വിജയിക്കണം. അപ്പൊ അദ്ദേഹം ഓപ്പണർ ലെവലിൽ ത്രിദിനം എടുത്തു. അപ്പൊ ഒന്ന് ആലോചിച്ചു. ഇനി അദ്ദേഹം എടുത്ത ത്രിദിനത്തിൽ 4 പേരാണ് പങ്കെടുത്തത്. ഇതെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. 4 പേര് അദ്ദേഹത്തിന്റെ ത്രിദിനത്തിൽ പങ്കെടുത്തു. അതിൽ 3 പേരും ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്ന, ആദരിക്കുന്ന ലീഡേഴ്സായി മാറി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 4 പേർക്ക് ത്രിദിനം എടുത്തു, 3 പേരും ലീഡേഴ്സായി. അപ്പോ ത്രിദിനം എടുക്കുന്നതിന് എത്ര ആള് വേണമെന്നുണ്ടോ? അല്ല, 2 പേരായാലും ത്രിദിനം എടുക്കാം, 4 പേരായാലും ത്രിദിനം എടുക്കാം, 5 പേരായാലും ത്രിദിനം എടുക്കാം. അപ്പോ എത്ര പേര് വരുന്നു എന്നുള്ളതല്ല, ആ വരുന്നവരെ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അവിടെ പ്രാധാന്യം. ഇനി ഞാൻ ഏത് ലെവലിൽ നിൽക്കുമ്പോൾ ത്രിദിനം എടുക്കണം? ഞാൻ ഏത് ലെവലിൽ നിൽക്കുമ്പോൾ ത്രിദിനം എടുക്കാം? എനിക്ക് വിജയിക്കണം. നമ്മൾ 3 ദിവസം ഡിവൈഡ് ചെയ്തിട്ടല്ലേ പഠിപ്പിക്കണം. ആദ്യ ദിവസം എന്താണ് RCM, രണ്ടാമത്തെ ദിവസം എന്തിന് ഞാൻ RCM ഏറ്റെടുക്കണം. കാര്യം ഈ വന്നിരിക്കുന്നവർ പല മെന്റാലിറ്റി ഉള്ളവരാണ് അല്ലെ. ചിലപ്പോൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ടാകും, കൂലിപ്പണിക്കാരുണ്ടാകും, ടൈലർമാരുണ്ടാകും, മറ്റു മേഖലകളിൽ ഉള്ളവരുണ്ടാകാം, ജോലിക്ക് പോകുന്നവരുണ്ട്. അപ്പൊ പല മെന്റാലിറ്റി ഉള്ള വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്, വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ട്. ഏത് കാറ്റഗറി ആയിക്കോട്ടെ, RCM ഇവിടെ വിദ്യാഭ്യാസം ഒന്നും വേണ്ട. RCM ജാതിയും മതവും വർണ്ണവും ഒന്നും ഇല്ല. 18 വയസ്സ് വേണം, ഇന്ത്യൻ പൗരനായിരിക്കണം. അപ്പോ ഏത് മെന്റാലിറ്റിയിലുള്ളവർക്കും RCM ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ ഈ മെന്റാലിറ്റിയിലുള്ളവരെ എല്ലാം നമ്മൾ ഒരേ രീതിയിൽ കണക്കാര്. അവർക്ക് പല രീതിയിലാണ് ഞാൻ RCM എന്തിനു ഏറ്റെടുക്കണം, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്തിനു RCM ഏറ്റെടുക്കണം അല്ലെ, ഒരു കൂലിപ്പണിക്കാരൻ എന്തിനു RCM ഏറ്റെടുക്കണം. അപ്പൊ ഇവർക്ക് പല രീതിയിലാണ് അവരുടെ മനസ്സിലേക്ക് കയറുന്നത്. അപ്പൊ നമ്മൾ എന്താ കാണിച്ചു കൊടുക്കണം, എന്തിന് ഞാൻ RCM ഏറ്റെടുക്കണം. ഈ എല്ലാവർക്കും RCM വേണം. ടാറ്റയ്ക്കും ബിർളയ്ക്കും അംബാനിക്കും അദാനിക്കും കൂലിപ്പണിക്കാരനും RCM വേണം. കാരണം ആരോഗ്യം എല്ലാവർക്കും വേണം അല്ലെ. അപ്പൊ അവർക്ക് പല രീതിയിലാണ് RCM വേണ്ടത്. ഇപ്പൊ രണ്ടാമത്തെ ദിവസം RCM എന്തിന് ഞാൻ ഏറ്റെടുക്കണം. മൂന്നാമത്തെ ദിവസം ഏറ്റെടുത്താൽ എന്ത് കിട്ടും? നമ്മുടെ ടീം ബിൽഡിംഗ്. എന്താ പറയാ, മാന്ത്രിക ചെപ്പ് നമ്മൾ തുറക്കുകയാണ്. ടീം ബിൽഡിങ്ങിന്റെ പ്രസക്തി. ടീം ബിൽഡിങ് കേട്ടാൽ ആർക്കാ RCM വേണ്ടാത്ത? ഒന്നും വേണ്ടാന്ന് പറയുന്നവർക്ക് പോലും RCM വേണം. എന്നാ ഞാനൊന്ന് നോക്കാം അല്ലെ, ഒന്ന് അരക്കൈ ഞാനും നോക്കാം. അപ്പൊ ഏത് റിച്ചിനും ഏത് പുവറിനും RCM വേണം. അപ്പൊ 3 ദിവസം നമ്മൾ അവരെ കൊണ്ട് എല്ലാവർക്കും RCM വേണം. ആ ആവശ്യകതയിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. അപ്പൊ ആർക്കും അടുപ്പില്ലാതെ RCM പറഞ്ഞു കൊടുക്കാൻ ഈ ത്രിദിനം കൊണ്ട് നമുക്ക് സാധിക്കുന്നു. അപ്പോ എന്തിന് ത്രിദിനം ചെയ്താൽ ഉള്ള ഗുണങ്ങൾ, പിന്നെ ആർക്കൊക്കെ ത്രിദിനം ചെയ്യാം. എല്ലാവർക്കും ത്രിദിനം ചെയ്യാം, ഒരാളും മാറ്റി നിർത്തേണ്ട കാര്യം. എല്ലാവർക്കും വിജയിക്കണം, എല്ലാവർക്കും RCMൽ വിജയിക്കണം. അപ്പോ എല്ലാവരും ത്രിദിനം ഏറ്റെടുക്കുക. ഒരു ഓപ്പണർ ലെവലിൽ നിൽക്കുന്നവർ പോലും ത്രിദിനം എടുക്കുക. എന്തിനാണ്? എനിക്ക് വിജയിക്കാൻ അല്ലെ. എല്ലാവർക്കും RCMൽ വിജയിക്കണം. നമുക്കറിയാം, ഒരു ആൽമരം നമ്മൾ ഒരു സ്ഥലത്ത് നട്ടാൽ ആദ്യം എന്താ പറയാ, അത് മുളയ്ക്കുന്നു, ആദ്യം അതിന്റെ ഒരു മുള വരുന്നു, അത് ഇലയാകുന്നു, അതിന് ബ്രാഞ്ചസ് വരുന്നു, അത് പതുക്കെ 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 വളരുന്നു. അപ്പോ തുടക്ക സമയത്ത് ഒരുപാട് പ്രതിസന്ധികൾ ഇതിന് വരും അല്ലെ. മഴ വരും, കാറ്റ് വരും, വെയില് വരും. ഇതിനൊക്കെ തരണം ചെയ്താണ്, കൊടുങ്കാറ്റ് വരും. ഇതിനൊക്കെ തരണം ചെയ്താണ് അത് ഇങ്ങനെ ഇലയിൽ നിന്ന് ഇലയിലേക്ക്, ഇങ്ങനെ ബ്രാഞ്ചിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് ഇങ്ങനെ പോകുന്നു. അപ്പൊ തുടക്ക സമയത്ത് അതിന് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട്
അത് കരിഞ്ഞു പോകുകയൊന്നുമില്ല, അത് വളരും. കാരണം അതിനൊരു ലക്ഷ്യമുണ്ട്. എന്താണ് അതിന്റെ ലക്ഷ്യം? അത് വളർന്നു വലുതാകുമ്പോൾ ആയിരങ്ങൾക്ക്, പതിനായിരങ്ങൾക്ക് അത് തണലാകും. അല്ലെ? മഴയത്തും വെയിലത്തും നമ്മൾ ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കാറുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ഓക്സിജൻ വളരെ 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 എന്താ പറയാ, വെർട്ടിക്കലായി കിട്ടുന്ന ഓക്സിജൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അതിൽ ശ്വസിക്കണം. അതിന്റെ താഴെ ഇരുന്ന് ആ ആൽമരത്തിലൂടെ വരുന്ന ആ ഓക്സിജൻ നമ്മൾ ശ്വസിക്കുമ്പോൾ നല്ലൊരു എനർജി നമുക്ക് കിട്ടും. നമ്മുടെ ബുദ്ധിയൊക്കെ നന്നായിട്ട് എന്താ പറയാ, ഒരു ഉണർവ് കിട്ടും. പക്ഷേ ആ ആൽമരം ഒരുപാട് പ്രതിസന്ധിയിലൂടെ തന്നെയാണ് ആ വലിയ വടവൃക്ഷമായി ഇന്ന് ആയിരങ്ങൾക്കും പതിനായിരങ്ങൾക്കും തണലേകുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. അതായത് RCM ഏറ്റെടുക്കുമ്പോൾ നമ്മൾ മാത്രമാണ്, നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് മെമ്പർ. അല്ലെ? RCMന്റെ ഒരു ഐഡിയ എടുക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് മെമ്പർ നമ്മൾ. അതിൽ നിന്നാണ് നമ്മൾ പതുക്കെ പതുക്കെ PV ഇങ്ങനെ കൂട്ടി വരുന്നത്. അപ്പോ അതിൽ നമ്മൾ ബിഗിനർ ആകുന്നു, സ്റ്റാർട്ടർ ആകുന്നു, ഓപ്പണർ ആകുന്നു. ഇങ്ങനെ ഓരോ പിൻലെവലും ഓരോ സ്വപ്നങ്ങളാണ്. അപ്പോ നമ്മളെ കൈപിടിക്കാൻ നമ്മുടെ ലീഡേഴ്സ് ഉണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ നമ്മുടെ ലീഡേഴ്സ് ഉണ്ട്. എന്തിനും ഏതിനും കൈപിടിക്കാൻ നമ്മുടെ ലീഡേഴ്സ് ഉണ്ട്. ആ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ, അതും എങ്ങനെയുള്ള ലീഡേഴ്സ് നമുക്കറിയാം, ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ്, കെയറിങ് ആയിട്ടുള്ള ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ കേട്ട് ഇന്നത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അറിയണം. അവരത് പറയുന്നെങ്കിൽ അതിനെന്തോ കാരണമുണ്ട്, വെറുതെ ഒന്നുമല്ല അവര് അത് പറയുന്നത്. അപ്പോ അവര് പറയുന്നത് കേട്ട് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. അപ്ഡേഷൻ ആവശ്യമാണ്. അപ്പോ നമ്മൾ മാത്രമല്ല, നമ്മുടെ ടീം പതുക്കെ പതുക്കെ നമ്മൾ ഓരോരുത്തരെ കൊണ്ടുവന്ന്, ഒരാളെ കൊണ്ടുവന്നാലും നമ്മളൊരു ലീഡറാണ്. അല്ലേ? അപ്പൊ 2 ആളുണ്ടെങ്കിലും നമുക്ക് ത്രിദിനം എടുക്കാം, 3 ആളുണ്ടെങ്കിലും ത്രിദിനം എടുക്കാം. അപ്പൊ എത്ര പേരുണ്ടെന്നുള്ളതല്ല, നമ്മൾ വളരാൻ സ്വയം ശ്രമിക്കുക. ഇപ്പോ ത്രിദിനം കഴിഞ്ഞപ്പോൾ എൻ്റെ ടീം മെമ്പേഴ്സ് പറഞ്ഞു, ഞങ്ങൾക്കും ത്രിദിനം എടുക്കണം. അവർക്കൊരു ധൈര്യം വന്നു. ഇതാണ് ഇതിന്റെ ഇമ്പാക്ട്. മനസ്സിലായോ? അപ്പോ ഞാൻ എടുക്കുമ്പോൾ എന്താണ്, എൻ്റെ ടീമിലുള്ളവർക്കും എടുക്കാൻ ഒരു ധൈര്യം കിട്ടി. മതി, ഇതിൽ പരം പിന്നെ സന്തോഷം എന്ത്? അപ്പൊ ഇനി വിചാരിക്കുന്നത്, ഇന്ന് ഞങ്ങളോട് റൂബി ഗ്രീഡ് സാറ് പറഞ്ഞു, ഇനി 5 സ്ഥലങ്ങളിലേക്ക് വേഗം വ്യാപിപ്പിക്കൂ. വേഗം ത്രിദിനം 5 സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ വ്യാപിപ്പിക്കും. എല്ലാവരും ത്രിദിനം എടുക്കട്ടെ. അപ്പൊ ഇനി അടുത്തത് അതിലേക്കാണ് പോകുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു, ഇതൊരു പ്രൊമോഷൻ ഇൻഡസ്ട്രിയാണ്. എന്ത് ചെയ്യുമ്പോഴും പ്രൊമോഷൻ. ഇപ്പൊ ചിലർക്ക് തോന്നുന്നു, അയ്യോ അപ്പൊ ഇനി റാലിയൊക്കെ നടത്തിയിട്ട് വേണോ ത്രിദിനം നടത്താൻ? അങ്ങനെ ഒന്നുമില്ല. അത് ഇവിടെ ചെയ്തു എന്ന് പറഞ്ഞത് മാത്രമാണ്. അപ്പൊ റാലി നടത്തിയിട്ടൊന്നും വേണ്ട ത്രിദിനം നടത്താൻ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത്രേ പറഞ്ഞുള്ളൂ. എന്ത് പ്രൊമോഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും? ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ പറ്റുമോ? മതി. 10 വീടുകളിൽ ചെന്ന് അതിന് ചുറ്റുമുള്ള വീടുകളിൽ പറയാൻ പറ്റുമോ? മതി. അല്ലാതെ എല്ലാവരും റാലി നടത്തി ത്രിദിനം നടത്തണമെന്നൊന്നും അല്ല പറഞ്ഞത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്തുകൊണ്ട് അത് പ്രൊമോഷനായിട്ട് നമ്മൾ ഒരു ചെറിയൊരു കഥ പറഞ്ഞ് നിർത്താം. നമ്മുടെ സജീവ് സാറ് പറഞ്ഞു തന്നിട്ടുള്ളൊരു സ്റ്റോറിയാണ്. എല്ലാ വർഷവും ഉത്സവങ്ങൾ നടക്കാറുണ്ട്. എല്ലാ വർഷവും ഒരുപോലെ തന്നെയാണ് ഉത്സവം നടന്നു പോകാറുള്ളത്. പക്ഷേ ഇതിന്റെ കമ്മിറ്റിക്കാർക്ക് അറിയാലോ എങ്ങനെയാണ് ഈ ഉത്സവം നടക്കുന്നത്. അപ്പോ ഈ കമ്മിറ്റിക്കാർ പറയുക, ഇത്തവണത്തെ ഉത്സവം അടിപൊളി, പറയാൻ പറ്റില്ല, എന്താ ഇപ്പോഴത്തെ പറയാൻ പറ്റിയ വാക്കുകളില്ല, അത്രയ്ക്ക് ഗംഭീരമാണ് ഇത്തവണത്തെ ഉത്സവം. അപ്പോ ഇത് കേട്ട് നിൽക്കുന്ന സാധാരണക്കാരുണ്ടല്ലോ, നാട്ടുകാരെന്ന് പറയുന്ന ഒരു വിഭാഗം. അപ്പോ അവര് പരസ്പരം പറയില്ല, ഇത്തവണത്തെ ഉത്സവേ ഭയങ്കരമാണെന്നാ പറയുന്നേട്ടാ, നമുക്ക് എല്ലാവർക്കും പോണോട്ടാ. അപ്പൊ കഴിഞ്ഞ വർഷം ചിലപ്പോ പോകാത്തവരും ഉണ്ട്, എല്ലാവർക്കും പോണോട്ടാ, ഭയങ്കരമാണെന്നാ പറയണ. എന്താ ഭയങ്കരം? ഒന്നുമില്ല. കഴിഞ്ഞ വർഷത്തെ ഉത്സവം തന്നെയാണ് ഇത്തവണത്തെ. കഴിഞ്ഞ വർഷത്തെ അത്രയും ആനയും, കഴിഞ്ഞ വർഷത്തെ അത്രയും എന്താ പറയാ, ആ തെക്കേ ചേരുവാരം, വടക്കേ ചേരുവാരം, ഇതെല്ലാം ഒരേപോലെ തന്നെയാണ്. കഴിഞ്ഞ വർഷം എന്തൊക്കെ ഉണ്ടായിരുന്നു, വെടിക്കെട്ട് എത്രയൊക്കെ ആയിരുന്നു, അതൊക്കെ തന്നെ ഉള്ളൂ ഈ വർഷവും. പക്ഷെ ഇവരുടെ പറച്ചിലാണ് ഭയങ്കര സംഭവം എന്നാണ് ഇവർ പറയുന്നത്. ഇത് കേട്ടിട്ട് 10 പേര് കൂടുതൽ വന്നാൽ ആർക്കാ ഗുണം? അല്ലെ? ആർക്കാ ഗുണം? 10 പേര് കൂടുതൽ വന്നാൽ ഗുണം കമ്മിറ്റിക്കാർക്ക്, ആൾക്കാർ കുറഞ്ഞാലും അവർക്കാണ് അതിന്റെ ദോഷം. അപ്പോൾ ഇത് തന്നെയാണ് RCM ഇൻഡസ്ട്രിയും. നമ്മൾ ഓർക്കണം, പ്രൊമോഷൻ ഇൻഡസ്ട്രിയാണ്. നമ്മൾ പറയൂ ഈ പ്രാവശ്യത്തെ ആ പ്രോഗ്രാം ഉണ്ടല്ലോ അടിപൊളിയാണ്. അപ്പൊ എല്ലാവരിലേക്കും ഈ ആവേശം,
ആവേശം കൊടുക്കുക. എന്ത് കാര്യം ചെയ്യുമ്പോഴും 10 പേര് അറിഞ്ഞു വേണം നമ്മൾ RCM ചെയ്യാൻ. ആരും അറിയാതെയല്ല നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്. അപ്പൊ ഏകദേശം ഇന്ന് ത്രിദിനത്തെക്കുറിച്ച്, ത്രിദിനം എന്തിന് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ത്രിദിനം ചെയ്താലുള്ള ഗുണം എന്ത്, ആർക്കൊക്കെ ത്രിദിനം ചെയ്യാം. അപ്പൊ ഏകദേശം സമയം അടുത്തു. അപ്പോ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന റൂബി ഗിരീഷ് സാറിന്, എല്ലാ എൻ്റെ ഗുരുക്കന്മാർക്കും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നല്ലോ. ഒരു പ്ലാറ്റ്ഫോം തരുമ്പോഴാണല്ലോ, ഇതാണ് അവസരം. ഓരോരുത്തർക്കും തരുന്ന അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തുക. ഒരു 2 വാക്ക് പറയാൻ വിളിച്ചാൽ അയ്യോ എനിക്ക് വരാൻ പറ്റില്ല എന്നല്ല, ഓടിച്ചെന്ന് എന്താണോ നമുക്ക് അപ്പൊ പറയാൻ പറ്റുന്നത് അത് പറയുക. അത് നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങളാണ്. അപ്പോ എല്ലാവരും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം. എല്ലാവരും ത്രിദിന കോഴ്സുകൾ എടുക്കണം. ഒരു ഓപ്പണർ ലെവലിൽ നിൽക്കുന്നവർ പോലും എല്ലാവരും ത്രിദിന കോഴ്സ് എടുക്കണമെന്ന്. എത്ര പേര് ത്രിദിന കോഴ്സ് എടുക്കാൻ തയ്യാറായി? ഒന്ന് പറയാവോ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? ത്രിദിന കോഴ്സ് ഞങ്ങൾക്ക് പറ്റും, ഞങ്ങൾ ചെയ്തിരിക്കും. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കാണിക്കാവോ? എത്ര പേർക്ക് ത്രിദിന കോഴ്സ് എടുക്കാൻ പറ്റും? ഇത് ഞങ്ങൾക്ക് പറ്റും, ഇത് ഈസിയാണ്, ഇത് വളരെ ഈസിയാണ്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് നേരത്തെ ചെയ്യണമായിരുന്നു എന്ന് പലർക്കും തോന്നിയിട്ടുണ്ടാവും. എനിക്കും അത് തോന്നിയതാണ്. അപ്പോൾ എല്ലാവരും ത്രിദിന കോഴ്സ് എടുക്കണം. എത്രയും പെട്ടെന്ന് ഈ മാസം തന്നെ ത്രിദിന കോഴ്സിന് എല്ലാവരും റെഡിയാവുക. അവരവരുടെ ടീമിനെ വിജയിപ്പിക്കുക. ടീമിനെ വിജയിപ്പിച്ചുകൊണ്ട് എല്ലാവരും വിജയത്തിലേക്ക് എത്തുക. നമ്മൾ എല്ലാവരും ഒരേ തൂവൽ പക്ഷികളാണ്. നമുക്ക് എല്ലാവർക്കും ഒരേ ലക്ഷ്യമാണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന റൂബി ഗിരീഷ് സാറിന് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. എല്ലാവർക്കും സർവേശ്വരനോട് നന്ദി പറയുന്നു.